ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ तं സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 80-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുചേലോപാഖ്യാനം. 2 ക്ലാസ്സുകൾ കഴിഞ്ഞതിൽ ഇന്ന് 3-ാമത്തെ ക്ലാസ്സാണ്. 27 ശ്ലോകങ്ങൾ വ്യാഖ്യാനിച്ചു. ഇനിയും 18ഓളം ശ്ലോകങ്ങൾ പറയാനുണ്ട് ഈ അധ്യായത്തിൽ. നമുക്ക് വായിക്കാം. 6-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 80-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമഃ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയഃ. യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമി തസ്യ ഭാര്യാ കുചൈലസ്യ ക്ഷുക്ഷാമാ ച തഥാവിധാ. പതിവ്രതാം പതിം പ്രാഹ മ്ലായതാ വദനേന സാ ദരിദ്രാ സീതമാനാ സാ വേപമാനാഭിഗമ്യ ച. നനു ബ്രഹ്മൻ ഭഗവതഃ സഖാ സാക്ഷാൽ ശ്രിയഃ പതിഃ ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സാത്വദർശഭഃ. തമുപൈഹി മഹാഭാഗ സാധൂനാം ച പരായണം ദാസ്യതി ദ്രവിണം ഭൂരി സീതത്തെ തേ കുടുംബിനി. ആസ്തേ അധുനാ ദ്വാരവത്യാം ഭോജവൃഷ്ണ്യന്തകേശ്വരഃ സ്മരതഃ പാദകമലം ആത്മാനമപി യച്ഛതി. കിം വർത്തകാമാൻ ഭജതോ നാത്യഭീഷ്ടാൻ ജഗദ്ഗുരുഃ. സ ഏവം ഭാര്യയാ വിപ്രോ ബഹുശഃ പ്രാർത്ഥിതോ മൃദു. അയം ഹി പരമോ ലാഭഃ ഉത്തമശ്ലോകദർശനം ഇതി സഞ്ചിന്യ മനസാ ഗമനായ മതിം ദധേ. അപ്യസ്ത്യുപായനം കിഞ്ചിത് ഗൃഹേ കല്യാണി ദീയതാം. യാചിത്വാ ചതുരോ മുഷ്ടീൻ വിപ്രാൻ പൃഥുകതണ്ഡുലാൻ ചൈലഖണ്ഡേന താൻ ബദ്ധ്വാ ഭർത്രേ പ്രാദാദുപായനം. സതാനാദ്രായ വിപ്രാഗ്രഹ പ്രയയൗ ദ്വാരകാം കില കൃഷ്ണസന്ദർശനം മഹ്യം കഥം സ്യാത് ഇതി ചിന്തയൻ. ത്രീണി ഗുൽമാന്യതീയായ തിസ്രഃ കക്ഷാശ്ച സദ്വിജഃ വിപ്രോഗമ്യാന്തകവൃഷ്ണീനാം ഗൃഹേഷു അച്യുതധർമ്മിണാം. ഗൃഹം ദ്യഷ്ടസഹസ്രാണാം മഹിഷീണാം ഹരേർദ്വിജഃ വിവേശൈകതമം ശ്രീമദ്ബ്രഹ്മാനന്ദം ഗതോ യദാ. തം വിലോക്യാച്യുതോ ദൂരാത് പ്രിയാ പര്യംഗമാസ്ഥിതഃ സഹസോത്ഥായ ചാഭ്യേത്യ ദോർഭ്യാം പര്യഗ്രഹീത് മുദാ. സത്യുഃ പ്രിയസ്യ വിപ്രശേഃ അംഗസംഗാദിനിർവൃതഃ പ്രീതോ വ്യമുഞ്ചതബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരക്ഷണഃ. അധോപവേശ്യ പര്യംഗേ സ്വയം സഖ്യുഃ സമർഹണം ഉപഹൃത്യ അവനിജ്യാസ്യ പാദൗ പാദാവനേ ജനീഃ അഗ്രഹീത് ശിരസാ രാജൻ ഭഗവാൻ ലോകപാവനഃ. വ്യലിംബദ്ദിവ്യഗന്ധേന ചന്ദനാഗരുകുങ്കുമൈഃ ധൂപൈഃ സുരഭിർമിത്രം പ്രദീപാവലിഭിർമുദാ അർച്ചിത്വാ വേദ്യതാംബൂലം ഗാം ച സ്വാഗതമബ്രവീത്. കുചൈലം മലിനം ക്ഷാമം ദ്വിജം ദമനി സന്തതം ദേവീ പര്യചരത് സാക്ഷാത് ചാമരവ്യജനേന വൈ.
അന്തഃപുരജനോ ദൃഷ്ട്വാ കൃഷ്ണേനാമലകീർത്തിനാ വിസ്മിതോ അഭൂതതിപ്രീത്യ അവധൂതം സഭാജിതം. കിമനേന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുണാ ശ്രിയാഹീനേന ലോകേऽസ്മിൻ ഗർഹിതേനാധമേന ച യോऽസൗ ത്രിലോകഗുരുണാ ശ്രീനിവാസേന സംവൃതഃ പര്യങ്കസ്താം ശ്രിയം ഹിത്വാ പരിഷ്വക്തഗ്രജോ യഥാ കഥയാഞ്ചക്രതുർഗാദാഃ പൂർവം ഗുരുകുലേ സതോഃ ആത്മനോർലളിതാ രാജൻ കരൗ ഗൃഹ്യ പരസ്പരം. ശ്രീഭഗവാനുവാച അപി ബ്രഹ്മൻ ഗുരുകുലാത് ഭവതാ ലബ്ധദക്ഷിണാത് സമാവൃത്തേന ധർമ്മജ്ഞാ ഭാര്യോഢാ സദൃശീ നവാം. പ്രായോ ഗൃഹേഷു തേ ചിത്തം അകാമവിഹതം തഥാ നൈവാദിപ്രിയസേ വിദ്വൻ ധനേഷു വിദിതം ഹി മേ. കേചിത് കുർവന്തി കർമാണി കാമൈരഹതചേതസഃ ത്യജന്തഃ പ്രകൃതിർദൈവീഃ യദാഹം ലോകസംഗ്രഹം. കച്ചിത് ഗുരുകുലേ വാസം ബ്രഹ്മൻ സ്മരസി നൗ യതഃ ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസഃ പാരമശ്നുതേ. സ വൈ സത്കർമ്മണാം സാക്ഷാദ് ദ്വിജാദേരിഹ സംഭവഃ ആദ്യോംഗ യത്രാശ്രമിണാം യദാഹം ജ്ഞാനദോ ഗുരുഃ. നന്വർത്തകോവിദാ ബ്രഹ്മൻ വർണ്ണാശ്രമവതാമിഹ യേ മയാ ഗുരുണാ വാചാ തരന്ത്യഞ്ജോ ഭവാർണവം. നാഹം ഇജ്യാ പ്രജാതിഭ്യാം തപസോപശമേന വാ തുഷ്യേയം സർവഭൂതാത്മാ ഗുരുശുശ്രൂഷയാ യഥാ. അപി ന സ്മര്യതേ ബ്രഹ്മൻ വൃത്തം നിവസതാം ഗുരൗ ഗുരുദാരൈശ്ചോദിനാനാം ഇന്ധനാനയനേ ക്വചിത്. പ്രവിഷ്ടാനാം മഹാരണ്യം അപർത്തൗ സുമഹദ്വിജ വാതവർഷമഭൂത് തീവ്രം നിഷ്ഠുരാസ്തനയിത്നവഃ. സൂര്യശ്ചാസ്തം ഗതസ്താവത് തമസാ ചാവൃതാ ദിശഃ നിമ്നം കൂലം ജലമയം ന പ്രാജ്ഞായത കിഞ്ചന. വയം വൃശം തത്ര മഹാനിലംബുഭിഃ നിഹന്യമാനാ മുഹുരംബു സംപ്ലവേ. ദിശോ അവിദന്തോദ പരസ്പരം വനേ ഗൃഹീതഹസ്താഃ പരിബഭ്രിമാതുരാഃ. ഏതദ്വിദിത്വാ ഉദിതേരവൗക സാന്ദീപനിർഗുരുഃ അന്വേഷമാണോ നഃ ശിഷ്യാൻ ആചാര്യോപശ്യതാതുരാൻ. അഹോ ഹേ പുത്രകായൂയം അസ്മദർത്ഥേതി ദുഃഖിതാഃ ആത്മാ വൈ പ്രാണിനാം പ്രേഷ്ടഃ തമനാദൃത്യ മത്പരാഃ. ഏതദേവ ഹി തശിഷ്യൈഃ കർത്തവ്യം ഗുരുനിഷ്കൃതം യദ്വൈ വിശുദ്ധഭാവേന സർവാർത്ഥാത്മാർപ്പണം ഗുരൗ. തുഷ്ടോഹം ഭോ ദ്വിജശ്രേഷ്ഠാഃ സത്യാസന്തു മനോരഥാഃ ഛന്ദാംസ്യയാദയമാനി ഭവന്തിഹ പരത്ര ച. ഇത്തം വിധാന്യനേകാനി വസതാം ഗുരുവേശ്മസു ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണഃ പ്രശാന്തയേ. ശ്രീബ്രാഹ്മണ ഉവാച കിമസ്മാഭിരനിർവൃത്തം ദേവദേവ ജഗദ്ഗുരോ ഭവതാ സത്യകാമേന യേഷാം വാസോ ഗുരൗ അഭൂത്. യസ്യ ഛന്ദോമയം ബ്രഹ്മ ദേഹ ആവപനം വിഭോ ശ്രേയസാം തസ്യ ഗുരുഷു വാസോത്യന്ത വിഡംബനം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശ്രീരാമചരിതേ അശീതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം നാരായണ. നാരായണ.
എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. കുചേലോപാഖ്യാനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദശമസ്കന്ധത്തിലെ 80-ാം അധ്യായം 27 ശ്ലോകങ്ങൾ കണ്ടു. 28 മുതൽക്കാണ് കാണാനുള്ളത്. അപ്പോൾ കുചേലൻ്റെ ആ ഒരു മാഹാത്മ്യം, എത്ര യോഗ്യനായിട്ടുള്ള ഒരു ഉത്തമ ബ്രാഹ്മണനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങൾ കൊണ്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പതിവ്രതയായിട്ടുള്ള ദേവിയും അതേപോലെ ഗുണങ്ങളുള്ളവൾ തന്നെയാണ്. എങ്കിലും ദാരിദ്ര്യം കൊണ്ട് അവശയായി തീർന്ന് ബാക്കിയുള്ളവരോടുകൂടിയുള്ള തൻ്റെ ധർമ്മം നിർവഹിക്കാനായിക്കൊണ്ട് ശക്തിയില്ലാതാവുമ്പോൾ ആ അമ്മ പല പ്രാവശ്യം കുചേലനോട് അപേക്ഷിക്കുകയാണ്. അങ്ങയുടെ സഖാവ് സാക്ഷാൽ ലക്ഷ്മീപതി ഇപ്പോൾ ഭോജവൃഷ്ണി അന്തകന്മാരുടെയൊക്കെ ഈശ്വരനായിട്ട് ദ്വാരവതിയിൽ ഉണ്ടല്ലോ. നമ്മുടെ അടുത്ത് തന്നെയല്ലേ ദ്വാരവതി, ഒരു ദിവസത്തെ യാത്രയല്ലേ വേണ്ടൂ, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കാണൂ. അദ്ദേഹം തന്നെ നൽകുന്ന ആളാണ്. പിന്നെയാണോ നിസാരങ്ങളായ അർത്ഥകാമങ്ങൾ? അദ്ദേഹം ബ്രഹ്മണ്യനാണ്, ശരണ്യനാണ്, ഭക്തവത്സലനാണ്. ചെന്ന് കാണൂ എന്ന് പല പ്രാവശ്യം ഭാര്യയാൽ പ്രാർത്ഥിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം സ്വയം നിശ്ചയിച്ചു. അയം ഹി പരമോ ലാഭോ ഉത്തമ ശ്ലോക ദർശനം. തീർച്ചയായിട്ടും ഈ ഭാര്യ പറയുന്നത് ഒരു നിമിത്തം. എന്തിനാ? ആ ഭഗവാനെ തനിക്ക് വീണ്ടും കാണാനുള്ളതായിട്ടുള്ളൊരവസരം. ഭഗവാനെ കണ്ടിട്ട് വരാം എന്തായാലും. മനസ്സുകൊണ്ട് അദ്ദേഹം ഒന്നും ചോദിക്കാനൊന്നും നിശ്ചയിക്കുന്നില്ല. ഭഗവാനെ കാണാം എന്ന് മാത്രം നിശ്ചയിച്ചുകൊണ്ട് ദേവിയോട് ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിന് വെറും കൈയോടെ പോകാൻ മടിയാവണോ? എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് മര്യാദ. എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം എന്ന് പറഞ്ഞതായിട്ടുള്ള സമയത്ത് ആ ദേവി 4 ഗൃഹങ്ങളിൽ ചെന്ന് കുറച്ച് അവിൽമണി കൊണ്ടുവന്ന് അതിനെ ചൈലകണ്ഠേന താൻ ബദ്ധ്വ ഭർത്രേ പ്രാതാദുപായനം, ചൈലകണ്ഠം കൊണ്ട് ബന്ധിച്ച് ഭർത്താവിൻ്റെ കയ്യിൽ സമ്മാനമായി കൊടുത്തയച്ചു. അദ്ദേഹം യാത്രയായി. ഭഗവാൻ തന്നെ എങ്ങനെയായിരിക്കും കാണുക, എങ്ങനെയായിരിക്കും തന്നെ സ്വീകരിക്കുക? ആ ബാല്യകാലത്ത് ഗുരുകുലത്തിൽ വസിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവുമോ? എന്നെ മറന്നിട്ടുണ്ടാവുമോ? മറക്കാൻ വഴിയില്ല, അങ്ങനെയുള്ള ആളല്ല. ഇങ്ങനെയൊക്കെ പലതും ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു. 3 ഗുൽമങ്ങളും 3 കക്ഷകളും കടന്ന്, അഥവാ 3 പ്രാകാരങ്ങളെല്ലാം കടന്ന്, ഗോപുരങ്ങളെല്ലാം കടന്ന് 16,008 ഭാര്യമാരുടെയും ഒരേപോലെയുള്ള ഗൃഹങ്ങൾ വിലസുന്ന ആ പ്രദേശത്തെത്തി. അതിലൊന്നിൽ ആദ്യം കണ്ടതിലേക്ക് കയറി. ഭഗവാനോ ദൂരെ നിന്ന് തന്നെ തൻ്റെ പത്നിയോടുകൂടെ മഞ്ചത്തിലിരിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ നോക്കിയിരിക്കുന്നത് പോലെ ഇരിക്കുകയാണ്. ആ ബ്രാഹ്മണോത്തമൻ പ്രവേശിക്കുന്നത് കണ്ട് ഇറങ്ങി ഓടിച്ചെന്ന് സ്വീകരിക്കുന്നതായിട്ടുള്ള രംഗം. ചെന്ന് ദൗർഭ്യാം പര്യഗ്രഹീ മുത, 2 കൈകൊണ്ടും ആലിംഗനം ചെയ്തു ഓടിച്ചെന്നിട്ട് ആ കുചേലൻ്റെ അംഗസംഗം കൊണ്ട് ഭഗവാൻ നിർവൃതിയെ പ്രാപിച്ചു. ഭഗവാന്റെ ശരീരത്തിൽ ഒരു രോമാഞ്ചം പോലെ ഉണ്ടായി. അദ്ദേഹത്തിന് ആനന്ദാശ്രുക്കൾ കണ്ണിൽ നിന്ന് പൊഴിഞ്ഞു ഭഗവാൻ. അങ്ങനെ തൻ്റെ അന്തഃപുരത്തിലേക്ക് കൊണ്ടുവന്ന് താനും ഭാര്യയും ഇരിക്കുന്ന പര്യങ്കത്തിലേക്ക് നിർബന്ധിച്ചു പിടിച്ചിരുത്തി. ഭഗവാൻ സ്വയം കുചേലൻ്റെ കാലുകൾ കഴുകി. ആ കാല് കഴുകിയ തീർത്ഥം തൻ്റെ ശരീരത്തിൽ, തൻ്റെ ദേഹത്ത് ധരിച്ചു. അത് കഴിഞ്ഞ് ചന്ദനം, അകരു, കുങ്കുമം മുതലായതെല്ലാം അദ്ദേഹത്തിൻ്റെ പാദത്തിൽ ലേപനം ചെയ്തു. ധൂപദീപാദികളെ കൊണ്ട് ആരാധിച്ചു. അതിനുശേഷം ഭക്ഷണാദികൾ നിവേദ്യം സമർപ്പിച്ച്, താമ്പൂലം സമർപ്പിച്ച്, പശുവിനെ സമർപ്പിച്ച് സ്വാഗതം പറഞ്ഞു. ഇതെല്ലാം കണ്ട്
ആ അന്തഃപുരവാസികളായ ജനങ്ങൾ അന്തം വിട്ടു നിൽക്കുകയാണ്, ആശ്ചര്യസ്തബ്ധരാണ്. ഇതാരാണിത്? എന്ത് പുണ്യമാണ് ഇയാൾ ചെയ്തത്? ഈ ദരിദ്രൻ, ഇത്രയും അവധൂതനായിരിക്കുന്ന, ശരീരം വൃത്തിയില്ലാത്ത മലിനനായിരിക്കുന്ന ഇയാളെ ആ ഭഗവാൻ തൻ്റെ ജ്യേഷ്ഠനെ സ്വീകരിക്കും പോലെ തൻ്റെ ഭാര്യ ഇരിക്കുന്ന പര്യങ്കത്തിൽ നിന്ന് അവളെ ഇറക്കി വിട്ടിട്ട് ഇദ്ദേഹത്തെ പിടിച്ച് കയറ്റിയിരുത്തുന്നു. ഈ ശ്രീയാഹീനേന ലോകേസ്മിൻ ഗർഹിതേന അധമേന, ലോകത്തിൽ എല്ലാവരും നിന്ദിക്കുന്ന അധമനെ പോലെ ഇരിക്കുന്ന അദ്ദേഹം കിം അനേന കൃതം പുണ്യം, അനേന കിം പുണ്യം കൃതം, അതിനാൽ എന്ത് പുണ്യമാണ് ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ അവർ പരസ്പരം, അന്തഃപുരവാസികൾ സ്വയം ആലോചിക്കുകയും പരസ്പരം സ്വകാര്യം പറയുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് ഭഗവാൻ ഈ വന്നിരിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി, മാത്രമല്ല താൻ തൻ്റെ ബാല്യമൊന്നും മറന്നിട്ടില്ല, തൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന സുഹൃത്തിനെ ഒട്ടും മറന്നിട്ടില്ല, ഗുരുവിനെ ഒട്ടും മറന്നിട്ടില്ല, ആ ഗുരുകുലവാസത്തിലുണ്ടായ സംഭവങ്ങളൊന്നും മറന്നിട്ടില്ല, അങ്ങനെ വന്ന വഴി മറക്കുന്ന ആളല്ല ഭഗവാൻ എന്ന് ആ കഥ പറയുന്നതിലൂടെ കേൾപ്പിക്കുകയാണ്. നമ്മൾക്കുമൊക്കെ മാതൃകയാണ് ഭഗവാന്റെ ഈ ഒരു ചരിതം. എല്ലാം അക്ഷരം പ്രതി ഓർമ്മിച്ച് പറയുന്ന ആ ഗുരുകുലവാസവും ഗുരുവിൻ്റെ മഹിമയും കൂട്ടുകാരനോടുള്ള അന്നത്തെ സ്നേഹവും ഗുരുപത്നിയോടുള്ള ബഹുമാനവും എല്ലാം അതിൽ പറയാതെ പറഞ്ഞു. ഇത് നമുക്കും മാതൃകയാവേണ്ട കാര്യങ്ങളാണ്. വന്ന വഴി മറക്കാതിരിക്കുക, പ്രത്യേകിച്ച് ഗുരുത്വം ഉള്ളവരായിരിക്കുക. ഗുരോരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ എന്നുള്ള ഭഗവാന്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ഈ സംവാദം അവസാനിക്കുന്നത്. അപ്പോൾ ആ ഗുരുവിൻ്റെ അനുഗ്രഹത്തിനായിക്കൊണ്ട് എപ്പോഴും ആ ഒരു നമ്മളെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ അറിവ് നൽകിയിട്ടുണ്ടോ, അവരോടൊക്കെയുള്ള കടപ്പാട് എന്നും എന്നും ഉള്ളിൽ സൂക്ഷിക്കണം. അതാണ് ഗുരുത്വം എന്ന് പറയുന്നത്. അവർ നൽകിയതായിട്ടുള്ള അറിവനുസരിച്ച് ജീവിക്കാനായിക്കൊണ്ടും ആവുന്നതും ശ്രമിക്കണം. അതുതന്നെയാണ് ഏറ്റവും വലിയ ഗുരുദക്ഷിണ. ഇതെല്ലാം ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ കഥയിലൂടെ. അപ്പം നമുക്ക് ഭഗവാനും കുചേലനുമായി കൈപിടിച്ചിരുന്നു കൊണ്ട് പറയുന്ന ആ പരസ്പരമുള്ള ഗുരുകുലവാസകാലത്തെ കാര്യങ്ങളും മറ്റും നമുക്ക് നോക്കാം, അതിലേക്ക് പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീഭഗവാനുവാച അപി ബ്രഹ്മൻ ഗുരുകുലാത് ഭവദാലബ്ധദക്ഷിണാത് സമാവൃത്തേന ധർമ്മജ്ഞ ഭാര്യോഢാ സദൃശീനവാം. ശ്രീഭഗവാനുവാച അപി ബ്രഹ്മൻ ഗുരുകുലാത് ഭവദാലബ്ധദക്ഷിണാത് സമാവൃത്തേന ധർമ്മജ്ഞ ഭാര്യോഢാ സദൃശീനവാം. ശ്രീ ഭഗവാനുവാച, ഭഗവാൻ പറയുകയാണ്. ഇവിടെ ഭഗവാൻ തന്നെ മുൻകൈ എടുക്കുകയാണ് കുചേലനുമായിട്ടുള്ള സംഭാഷണത്തിൽ. സാധാരണ നമ്മളൊക്കെ എങ്ങനെയാണ്, നമ്മളെക്കാൾ വലിയവരായ സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ, അല്ലേ, നമ്മുടെ ഒപ്പം പഠിച്ചവരാണ്, പക്ഷേ നമ്മളെക്കാൾ സമൂഹത്തിൽ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ, വലിയ ധനികന്മാർ അല്ലെങ്കിൽ പ്രശസ്തരായിട്ടുള്ളവരൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളാണ് അങ്ങട് ഇടിച്ചു കയറിക്കൊണ്ട് ഓർമ്മയുണ്ടോ എന്ന് പഴയ കഥകളൊക്കെ അങ്ങോട്ട് ചോദിക്കും. എന്തിനാണ്? ആ അത്ര ബന്ധമുള്ളവരാണ് ഞങ്ങളെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഭഗവാനാണ് അതിന് മുൻകൈ എടുക്കുന്നത്. ഇതുപോലെ ഒരു യോഗ്യനായിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ് എൻ്റെ കൂട്ടുകാരനായിട്ടുണ്ടായിരുന്നത് എന്ന് ഭഗവാൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഈ മഹാത്മാവുമായിട്ട് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു ബാല്യത്തിൽ എന്ന് സ്മരിക്കുകയാണ്. അപ്പോൾ കുചേലന് നോക്കൂ, കുചേലൻ്റെ സ്ഥാനം, കുചേലനോ ഒരു ആ കാര്യത്തിൽ എന്തെങ്കിലും പ്രദർശിപ്പിക്കാനായിക്കൊണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ല. ഭഗവാനെ കണ്ടതിലുള്ള ആനന്ദം
സന്തോഷം, അതല്ലാതെ ആ സ്നേഹമല്ലാതെ എന്തെങ്കിലും പ്രദർശിപ്പിച്ചുകൊണ്ട് ആരുടെയെങ്കിലും എന്തെങ്കിലും അംഗീകാരമോ ഏതെങ്കിലും ആനുകൂല്യങ്ങളോ നേടിയെടുക്കാനുള്ള ഒരു പരിശ്രമവും കുചേലൻ്റെ ഭാഗത്തില്ല. അദ്ദേഹം വളരെ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ടാണ് മറുപടി പോലും കൊടുക്കുന്നത്. ഭഗവാൻ വാചാലനായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഒരു തൻ്റെ ബാല്യകാല സുഹൃത്തിനോട് പെരുമാറുമ്പോൾ കുചേലൻ നല്ല പക്വമായിട്ടിരുന്നു കൊണ്ട് ഏതാനും വാക്കുകളെ കൊണ്ട് മറുപടി കൊടുക്കുന്നു. അപ്പോൾ അതെന്താ അത് സൂചിപ്പിക്കുന്ന? അദ്ദേഹത്തിന് ഭഗവാൻ തൻ്റെ ബാല്യകാല സുഹൃത്താണെന്ന് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. അത് ബോധ്യപ്പെടുത്തിയിട്ട് ഒന്നും നേടാനില്ല. കൃതകൃത്യനാണ് അദ്ദേഹം. എതിർച്ചാലാപ സന്തുഷ്ടനാണ്, വിരക്തനാണ് എന്നതിൻ്റെയൊക്കെ ഉത്തമ തെളിവാണിതെല്ലാം. പക്വതയുടെ പൂർണ്ണതയാണ്. പഴുത്ത പഴം എന്ന് ഇവരെയൊക്കെയാണ് പറയുക എന്ന് പറയുക. ശരിയായി പഴുത്ത പഴം. അപ്പോൾ ഭഗവാൻ ചോദിക്കുന്നു, അപി ബ്രഹ്മൻ ഗുരുകുലാത് ഭവതാലബ്ധ ദക്ഷിണാത് സമാവൃത്തേന ധർമ്മജ്ഞ ഭാര്യോഢാ സദൃശീനവാ. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, ലബ്ധദക്ഷിണാത് ഗുരുകുലാത് സമാവൃത്തേന ഭവതാ. ഭവാൻ സമാവൃത്തനായി. സമാവൃത്തൻ എന്ന് പറഞ്ഞാൽ സമ്യക് ആവൃത്തൻ. ആ സമാവർത്തനം എന്നുള്ള ചടങ്ങ്, അതിൻ്റെ രണ്ടർത്ഥങ്ങൾ. ഒന്ന് സമാവർത്തനം എന്നാൽ സമ്യക് ആവർത്തനം, മടങ്ങി വരവ് എന്നും കൂടിയുണ്ട്. ഗുരുകുലവാസം കഴിഞ്ഞ് ആവർത്തിക്കുക, തിരിച്ചു വരിക, നിവർത്തിക്കുക. ഗുരുകുലത്തിൽ പഠിക്കേണ്ടത് പഠിച്ച് തിരിച്ചു വരുന്നതിനും സമാവർത്തനം. ഗുരുകുലത്തിൽ പഠിച്ചതിനെയെല്ലാം ഉരുവിടുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച്, സഭയിൽ വെച്ച് ഒരു പരീക്ഷ എന്ന രീതിയിൽ പഠിക്കേണ്ടതെല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി തങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാം, ഗുരുകുലവാസം മതിയാക്കി ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്കുള്ള യോഗ്യത നേടിയിരിക്കുന്നു എന്ന് തെളിയിക്കലാണ് സമാവർത്തനം. അവിടെയും സമ്യക് ആവർത്തനം എന്ന് പറഞ്ഞാൽ പഠിച്ചതിനെ ആവർത്തിക്കുക. എന്ത് പഠിച്ചുവോ അത് സഭയുടെ മുമ്പിൽ പരീക്ഷ ചെയ്യുന്നതായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ, എക്സാമിനേഴ്സ് എന്ന് പറഞ്ഞതുപോലെ സദസ്സിരിക്കുന്നുണ്ടാവും. ചോദ്യങ്ങൾ ചോദിക്കാം അവർക്ക്. എന്തൊക്കെയാ കുട്ടി പഠിച്ചത് പറയൂ, ഇന്ന ഭാഗം പഠിച്ചുവോ, ഇന്ന ശാസ്ത്രം പഠിച്ചുവോ, ഇന്ന ഭാഗം ചൊല്ലൂ നോക്കട്ടെ എന്ന് പറഞ്ഞ വേദം ഇന്ന ഭാഗം ചൊല്ലൂ എന്ന് പറഞ്ഞാൽ ആ ഭാഗം ചൊല്ലണം. അതിൻ്റെ അർത്ഥം ഒന്ന് വ്യാഖ്യാനിക്കൂ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കണം. അതിൻ്റെ പ്രയോഗം എങ്ങനെയൊക്കെയാണ്, മറ്റേ യാഗങ്ങളിലും യജ്ഞങ്ങളിലും ഒക്കെ എങ്ങനെയാണ് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കണം. വേണ്ടി വന്നാൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ബ്രാഹ്മണർക്ക്, ക്ഷത്രിയർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ സമാവർത്തന രീതികളാണ്. ക്ഷത്രിയരാകുമ്പോൾ ആയുധവിദ്യകളൊക്കെ പഠിച്ചവർ അതും കൂടി പ്രദർശിപ്പിക്കണം. വേദശാസ്ത്രങ്ങൾ പഠിച്ചു എന്ന് മാത്രമല്ല, ആയുധവിദ്യകളൊക്കെ അഭ്യസിച്ചിട്ടുണ്ട്, അതും കൂടി ഞാൻ ധനുർവേദം നന്നായിട്ട് അഭ്യസിച്ചിട്ടുണ്ട്, എനിക്ക് വാൾപ്പയറ്റ് നന്നായിട്ട് അറിയാം, എനിക്ക് കുതിര ഓടിക്കാൻ അറിയാം എന്നൊക്കെ പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രദർശിപ്പിച്ചാൽ മാത്രമേ അവർ പുറത്തേക്ക് കടക്കാൻ യോഗ്യരായുള്ളൂ, അവർ സമൂഹത്തിൽ ജീവിക്കാൻ അർഹരാവുന്നുള്ളൂ. സമൂഹത്തിൽ ഇനിയൊരു എന്താ പറയുക, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. മറ്റൊരാളുടെ ഏതോ കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയെ തൻ്റെ ഗൃഹത്തിലേക്ക് തൻ്റെ പത്നിയായി കൊണ്ടുവരാൻ പോവുകയാണ്. അതിനുള്ള പക്വത ഇയാൾ നേടിയിട്ടുണ്ടോ? ആ കുട്ടിയെ പോറ്റാനുള്ള കഴിവും അറിവും ഇയാൾക്കുണ്ടോ? സാമർഥ്യമുണ്ടോ? ഇതൊക്കെ തെളിയിച്ചിട്ട് വേണം വിവാഹ ജീവിതത്തിലേക്ക്, ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് കടക്കാൻ. ഇന്നിപ്പോൾ അതിന് വല്ല വ്യവസ്ഥയുണ്ടോ ഹിന്ദുക്കളുടെ ഇടയിൽ? ഒരു വ്യവസ്ഥയില്ല. ഒരു തരത്തിലുള്ള ആ ഒരു പാകപ്പെടലും ഇല്ല, ഒരു യോഗ്യതയുമില്ല. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും എന്തൊക്കെയോ മാർക്ക് വാങ്ങിച്ച് പാസ്സായി എങ്ങനെയോ ഏതോ ജോലി കിട്ടി, കുറെ കാശും കിട്ടുന്നുണ്ട്. അതല്ലാതെ ജീവിതം എന്താണെന്നോ വിവാഹ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നോ ഉള്ള പക്വതകളൊന്നും
ഇല്ലാതെ വിവാഹം എന്ന പൊട്ടക്കിണറ്റിലേക്ക് എടുത്തു ചാടുകയാണ് അന്ധന്മാരായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് ധാരാളം വിവാഹമോചനങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് മോചനമാണ്. കഴിയുന്നതും വേഗം ഈ ബാധ്യത ഒഴിവാക്കുക എന്ന് രണ്ടു കൂട്ടരും, ആണും പെണ്ണും, അല്ലേ? എന്തുകൊണ്ട്? ആ പക്വത നേടിയിട്ടില്ല എന്ന് പറയാം. എന്താണ് വിവാഹ ജീവിതം? ആ വിവാഹ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരും? ആ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഇതൊന്നും അച്ഛനമ്മമാരും പറഞ്ഞു കൊടുക്കുന്നുമില്ല, കാണിച്ചു കൊടുക്കുന്നുമില്ല. അച്ഛനമ്മമാരും അതിനേക്കാൾ എന്താ പറയുക, പക്വതയില്ലാത്തവരാണ്. അച്ഛൻ അമ്മയെ ചീത്ത വിളിക്കുക, അമ്മ അച്ഛനെ ചീത്ത വിളിക്കുക, അങ്ങോട്ട് ഓടും തെറി പറയുക, കുറ്റപ്പെടുത്തുക. ഇത് കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. അപ്പം അവരും അതുപോലെ തന്നെ. ഇപ്പൊ പറഞ്ഞു വന്നത് സമാവർത്തനം എന്നുള്ളത് വലിയൊരു സംസ്കാരമാണ്. ഇന്ന് എന്താ പറയുക, ബ്രാഹ്മണരുടെയൊക്കെ വിവാഹങ്ങളിൽ ചുമ്മാ ഒരു ചടങ്ങിന് വേണ്ടി സമാവർത്തനം എന്ന് കാണിച്ചു കൂട്ടും. അവർ ഗുരുകുലത്തിൽ പോയിട്ടില്ല, വേദം പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. സാധാരണ എല്ലാവരെ പോലെയുള്ള സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കണു. കല്യാണം നിശ്ചയിച്ചു, കല്യാണമായി, മുഹൂർത്തമായി, കല്യാണം. അപ്പോൾ വിവാഹത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് സമാവർത്തനം എന്നൊരു ചടങ്ങ് ഒരു ഹോമത്തോടു കൂടിയൊക്കെ നടത്തുന്നു. വെറും പേരിന്. അതെന്താണെന്ന് പോലും ഈ ചെയ്യുന്നവർക്കറിയില്ല. എന്താണ് ഈ സമാവർത്തനം എന്ന്. ഇപ്പൊ ഗുരുകുലത്തിൽ നിന്ന് പഠിക്കേണ്ടതെല്ലാം പഠിച്ച് തിരിച്ച് വീട്ടിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. എക്സാമിനേഷൻസ് എല്ലാം പാസ്സായി, ജീവിതത്തിന് യോഗ്യനായി, വിവാഹ ജീവിതം നയിക്കാൻ യോഗ്യനായി, പക്വതയാർജിച്ചു എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള പോക്കാണ്. അപ്പോ എന്താ പറയുക, ലബ്ധദക്ഷിണാത് ഗുരുകുലാത് സമാവൃത്തേന ഭവത. അങ്ങയാൽ സമാവർത്തനം ചെയ്യപ്പെട്ടു. ഗുരുകുലത്തിൽ നിന്ന് സമാവർത്തനം ചെയ്തു. ഗുരുകുലം എങ്ങനെയുള്ളത്? ലബ്ധദക്ഷിണാത് ഗുരുകുലാത്. ഗുരുകുലത്തെ വിശേഷിപ്പിച്ചതാണ് ലബ്ധദക്ഷിണാത്. ലഭിക്കപ്പെട്ട ദക്ഷിണയോടുകൂടിയ ഗുരുകുലത്തിൽ നിന്ന് എന്നാണ്. അപ്പൊ ഗുരുകുലത്തിന് ദക്ഷിണ ലഭിച്ചു. എന്ത് നല്ല പ്രയോഗം നോക്കൂ. ഗുരുവിന് ദക്ഷിണ കൊടുത്തു എന്നല്ല, ഗുരുകുലത്തിന് ദക്ഷിണ കൊടുത്തിട്ട്. ദക്ഷിണ ലഭിക്കപ്പെട്ട ഗുരുകുലത്തിൽ നിന്ന് പോകുന്നു. അപ്പൊ അവിടെ കൊടുക്കുന്ന ദക്ഷിണ ഗുരുകുലത്തിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ്, ഗുരുകുലത്തിന്റെ സമ്പ്രദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ദക്ഷിണ കൊടുക്കുന്നത്. അല്ലാതെ ആ ഗുരുവിന് മാത്രമായിട്ടല്ല. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമാണ് ഗുരുവും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ കുട്ടികളും കുടുംബവും എല്ലാം. അപ്പൊ അത് നിലനിൽക്കണമെങ്കിൽ, ആ ഗുരുകുലം നിലനിൽക്കണമെങ്കിൽ അവിടെ പഠിച്ചിട്ട് പോകുന്ന ഓരോരുത്തരും അതിനോട് ഉത്തരവാദിത്വപൂർവം, കൃതജ്ഞതാപൂർവം പെരുമാറണം. അതിനെ നിലനിർത്താനുള്ള സഹായം ചെയ്യണം. ഏത് രീതിയിലാണ് ദക്ഷിണ കൊടുക്കാൻ കഴിയുക ആ രീതിയിൽ ദക്ഷിണ കൊടുത്ത് നിലനിർത്തണം എന്നുള്ളതാണ് സംസ്കാരം. അപ്പോൾ അതിലെവിടെയൊക്കെയോ കുറവ് വന്നതുകൊണ്ടായിരിക്കണം ദ്രോണന് സ്വന്തം മകന് പാല് കൊടുക്കാൻ നിവൃത്തിയില്ലാതായത്. അദ്ദേഹത്തിന് ഗതികേട് കൊണ്ട് മകൻ പാല് പോലും കുടിക്കാതെ അരിമാവ് കലക്കിയ വെള്ളം കുടിക്കുന്ന ഒരവസ്ഥ വന്നുവെങ്കിൽ തീർച്ചയായിട്ടും എവിടെയോ ധർമ്മത്തിന് പഴച്ചു. ഗുരുകുലം നിലനിർത്താൻ വേണ്ട, ഗുരുവിന് അദ്ദേഹത്തിന്റെ കുടുംബം മര്യാദയ്ക്ക് നോക്കാൻ വേണ്ട ആ ഒരു ധനസ്ഥിതി പോലും ഉണ്ടായിരുന്നില്ല ദ്രോണന്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരും. നമ്മൾ ചിന്തിച്ചാൽ അതൊക്കെ നമുക്ക് തെളിഞ്ഞു കിട്ടും. അപ്പം അത്രയും ഒരു ദാരിദ്ര്യത്തിലേക്ക് ഒരു ഗുരുകുലത്തെ തള്ളിവിട്ടു എങ്കിൽ ആ സമൂഹം അതിന് ഉത്തരവാദികളാണ്. രാജാക്കന്മാർ, ഭരണാധികാരികൾ പ്രത്യേകിച്ച് ഉത്തരവാദികളാണ്. അങ്ങനെ കാലം കൊണ്ട് ഈ സമ്പ്രദായം തന്നെ ഇല്ലാതെയായി. അപ്പോൾ ഇനിയും ആ സമ്പ്രദായം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ആ ഗുരുകുലങ്ങളെ നിലനിർത്താൻ വേണ്ടി നമ്മളും എന്താണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുക ചെയ്യണം. അപ്പം
എന്തായാലും ഇറങ്ങിപ്പോകുമ്പോൾ ഗുരുകുലത്തിൽ നിന്ന് 12 കൊല്ലം ഗുരുവിൻ്റെ ചെലവിലാണ് താമസിച്ച് പഠിച്ചത് അല്ലേ. ആ ഉപനയനം കഴിഞ്ഞ് ഗുരുകുലത്തിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ ആ കുട്ടി 12 കൊല്ലമെങ്കിലും ചുരുങ്ങിയത് ഗുരുകുലത്തിൽ കഴിയണം. ആ 12 കൊല്ലം കഴിയുമ്പോൾ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ആരാ നോക്കിയിരുന്നത്? ആ ഗുരു തന്നെയാണ്. ആ കുട്ടിക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണമാവട്ടെ, വസ്ത്രമാകട്ടെ, ബാക്കി എന്തെല്ലാം വേണോ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഗുരു തന്നെയാണ്, ആ ഗുരുകുലമാണ്. അപ്പോൾ എന്ത് തിരിച്ചു കൊടുത്താൽ മതിയാവും തന്നെ താനാക്കുന്നതായിട്ടുള്ള ആ ഗുരുവിനും ഗുരുകുലത്തിനും താൻ എന്ത് സേവനം ചെയ്താൽ മതിയാവും എന്നുള്ളൊരു കൃതജ്ഞതാഭാവമാണ്, ഒരു എന്താ പറയുക, ഒരു കടപ്പാടാണ് ഓരോ ഗുരുകുലത്തിൽ നിന്നും പുറത്തിറങ്ങുന്നവർക്കും വേണ്ടത്. അപ്പോൾ ആ ഒരു കൃതജ്ഞതയോടെ തൽക്കാലം തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ഛനോ അമ്മയോ വേണം സഹായിക്കാൻ, അല്ലെങ്കിൽ താൻ തന്നെ പോയി ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സമ്പാദിച്ചു കൊണ്ടുവന്ന് ആദ്യം ആ ഗുരുവിനുള്ള തൻ്റെ കടപ്പാടിനെ വീട്ടാൻ ഉള്ള ശ്രമത്തിൻ്റെ ഒരു തുടക്കം കുറിക്കണം. ഞാൻ ഇനിയും തുടർന്നും എൻ്റെ ജീവിതത്തിൽ എന്ത് വരുമാനം ഉണ്ടായാലും അതിൽ നിന്നൊരംശം ഈ ഗുരുകുലത്തിലേക്ക് എത്തിക്കും എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് താൻ വിവാഹം കഴിക്കുന്നത് വരെ താൻ സമ്പാദിക്കുന്നതിൻ്റെ നല്ലൊരു ശതമാനം ഗുരുകുലത്തിലേക്ക്, വിവാഹം കഴിഞ്ഞ് ബാധ്യതകൾ വന്നു കഴിയുമ്പോൾ ഒരു ചെറിയ ശതമാനം ഗുരുകുലത്തിലേക്ക്, അങ്ങനെയൊക്കെ കൊടുത്താൽ മാത്രമേ ആ ഗുരുകുലങ്ങൾ നിലനിന്ന് പോവുകയുള്ളൂ. ഈ ഒരു ഉത്തരവാദിത്വം, കടപ്പാട് മറന്നു നമ്മുടെ സമൂഹം. അതുകൊണ്ടാണ് ആ സമ്പ്രദായങ്ങളെല്ലാം ഇല്ലാതായത്, നമ്മുടെ സനാതന ധർമ്മം പെരുവഴിയിലായത്, ആളുകളൊക്കെ താന്തോന്നികളായി മാറിയത്. കാരണം ഗൈഡ് ചെയ്യാൻ ആളില്ല, ഗുരുകുലങ്ങളില്ല. അപ്പോൾ എന്താ പറയുക, വഴികാട്ടാൻ ആളുകളില്ലാത്ത ഏതൊക്കെയോ മൂഢജനങ്ങൾ കാണിക്കുന്ന വഴിയിലൂടെ പോകുന്ന മൂഢജനങ്ങളായിട്ട് ഹിന്ദു സമൂഹം അധപ്പതിച്ചു. ഇനിയും നമുക്ക് തിരിച്ചു പോകാനുള്ളൊരു ശ്രമം നടത്തേണ്ടതുണ്ട്. നമ്മുടെ ഗുരുകുല സ്ഥാപനങ്ങളെല്ലാം ഇപ്പോൾ നവീന രീതിയിൽ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും? നമ്മുടെ എന്താ പറയുക, മഹാക്ഷേത്രങ്ങളൊക്കെ ദേവസ്വം ബോർഡ് എന്ന തിമിംഗലം വിഴുങ്ങിയിരിക്കുകയാണ്. അവിടെയൊന്നും നടക്കില്ല. അവിടെ കൊള്ളക്കാരുടെ സങ്കേതങ്ങളായി മാറിയിരിക്കുകയാണ്. ആ കൊള്ളക്കാരിൽ നിന്ന് ദേവസ്വം ബോർഡ് മുക്തമായാൽ മാത്രമേ, ക്ഷേത്രങ്ങളൊക്കെ മുക്തമായാൽ മാത്രമേ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവിടേക്ക് തിരിഞ്ഞു നോക്കണ്ട, അവിടേക്ക് ധനം കൊടുത്ത് അവരെ വീണ്ടും ധൂർത്തന്മാരാക്കണ്ട. അവരവിടുന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ അവിടെ ധനം വരാതെ ആവണം. അവരുടെ സുഖലോലുപമായിട്ടുള്ള ജീവിതവും അവരുടെ പ്രിവിലേജസും ഒക്കെ ഇല്ലാതെയാവണം. അവർക്ക് ധൂർത്തടിക്കാൻ അവിടെ ധനം ഇല്ലാതെയാവണം. അപ്പോൾ അതിന് നമ്മുടെ ഗുരുക്കന്മാർ, ആചാര്യന്മാർ പറയുന്നത്, നിങ്ങൾ ബാക്കി എത്രയോ ക്ഷേത്രങ്ങൾ, പ്രൈവറ്റ് ക്ഷേത്രങ്ങളുണ്ട്, മറ്റു പല ട്രസ്റ്റുകൾ, ക്ഷേത്ര സംരക്ഷണ സമിതി, അതുപോലെയുള്ള വിശ്വ ഹിന്ദു പരിഷത്ത്, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രൈവറ്റ് ട്രസ്റ്റുകൾ, ഓരോ സാമൂഹ്യ സംഘടനകൾ, സമുദായ സംഘടനകൾ, ഇതെല്ലാം നടത്തുന്ന എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. കേരളത്തിൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. 40,000-ഓളം എന്താ പറയുക, മര്യാദയ്ക്ക് നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അതിൽ 5000 ചില്ലുവാനും മാത്രമേ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്നുള്ളൂ. ബാക്കി 35,000-ഓളം ക്ഷേത്രങ്ങൾ പ്രൈവറ്റായിട്ട് നടക്കുന്നതാണ്. പല സംഘടനകളും പല വ്യക്തികളും നടക്കുന്നതാണ്. അപ്പോൾ അതിനെ ഉദ്ധരിക്കാനും അവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കാനും, അവിടെയും നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ കുറേ ധനം കൂട്ടിവെക്കാൻ പാടില്ല. ഒരു ക്ഷേത്രത്തിലും വലിയ ധനമൊന്നും കൊണ്ടുവന്ന് സമ്പാദിച്ചു വെക്കാൻ പാടില്ല. സ്വർണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ക്ഷേത്രങ്ങളിൽ. കുറേ സ്വർണം കാണുമ്പോൾ, ആഭരണങ്ങൾ കാണുമ്പോൾ അവിടെയുള്ളവർക്കൊക്കെ പല ടെംപ്റ്റേഷനും വരും. ഇപ്പോൾ അടുത്ത് തന്നെ വായിച്ചു, പല പൂജാരിമാർ പോലും ക്ഷേത്രത്തിലെ ഭഗവാന്റെ
ആഭരണങ്ങളെടുത്ത് പണയം വെച്ച് അവരുടെ കാര്യം നോക്കണം. എല്ലാം പലരും പല എന്താ പറയുക സംസ്കാരമില്ലാത്ത കള്ളന്മാരും പൂജാരിമാരായിട്ട് കൂടിയിട്ടുണ്ട് പല ക്ഷേത്രങ്ങളിലും. അവരൊക്കെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുള്ളൂ. മര്യാദക്കാരായിട്ടുള്ളവരാരും ചെയ്യില്ല. സംസ്കാരമുള്ള മര്യാദയുള്ള ഒരു പൂജാരിമാരും ഇങ്ങനെയുള്ള പ്രവൃത്തിയൊന്നും ചെയ്യില്ല. അവർ പട്ടിണി കിടന്ന് മരിച്ചാലും ഭഗവാന്റെ മുതൽ അപഹരിക്കുന്നവരല്ല. വേറെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. പല വേഷവും കെട്ടിക്കൊണ്ട് അല്പാൽപ്പം അവിടുന്നും ഇവിടുന്നും ഒക്കെ പൂജയും പഠിച്ചിട്ട് കാട്ടിക്കൂട്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ കയറിക്കൂടി അവിടെ നിന്നുള്ള മോഷണം ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവരാണ് ഈ ആഭരണങ്ങളൊക്കെ എടുത്ത് പണയം വെക്കലും പോലീസ് പിടിച്ചിട്ടുണ്ട്. ഇപ്പം അടുത്ത് തന്നെ കഴിഞ്ഞ ആഴ്ച മറ്റുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഇതൊക്കെ തോന്നും. അപ്പോൾ ക്ഷേത്രത്തിൽ സ്വർണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഭഗവാൻ ചോദിച്ചിട്ടില്ല നിങ്ങൾ എനിക്ക് സ്വർണ്ണാഭരണങ്ങൾ ചാർത്തൂ, സ്വർണം കൊണ്ട് തുലാഭാരം തൂക്കൂ, നിങ്ങൾ കൊടിമരം സ്വർണം കൊണ്ടാക്കൂ, മേൽക്കൂര ചെമ്പോല പൊതിയൂ, അല്ല സ്വർണം കൊണ്ട് തന്നെ പൊതിയൂ. ഇതൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മുടെ അധിക പ്രസംഗമാണ്. ഭഗവാന് മര്യാദയ്ക്ക് ആ ക്ഷേത്രത്തിൽ വൃത്തിയായിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് സംരക്ഷിച്ചാൽ മതി. വൃത്തിയായി സംരക്ഷിക്കുക. ആ പൂജയ്ക്ക് സമർപ്പിക്കുന്ന സാധനങ്ങൾ നല്ല സാധനങ്ങൾ കൊടുക്കാനായിട്ട് പ്രേരിപ്പിക്കുക. സ്വർണം കൊണ്ട് മേൽക്കൂരയും സ്വർണം കൊണ്ട് കൊടിമരവും, എന്നിട്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന നെയ്യ് വല്ല മൃഗക്കൊഴുപ്പൊക്കെ ആണെങ്കിലോ, അവിടെ ഉപയോഗിക്കുന്ന എണ്ണ ഹോട്ടലുകളിൽ വറുത്ത് പൊരിച്ചതിൻ്റെ വേസ്റ്റ് വിൽപ്പന ചെയ്ത് അതിനെ ശുദ്ധീകരിച്ച് റിഫൈൻ ചെയ്ത് കളറ് മാറ്റി കുറച്ച് സെൻറ്റും അടിച്ച് വിളക്കെണ്ണ എന്നും അല്ലെങ്കിൽ പവിത്രം പവിഴം സ്വർണം എന്നൊക്കെ പേരിലും ലേബലടിച്ച് ഇറക്കുന്നതായിട്ടുള്ള വിഷ എണ്ണകൾ, ഭഗവാന് സമർപ്പിക്കാൻ യോഗ്യതയില്ലാത്തതായിട്ടുള്ള അഴുക്ക് പിടിച്ചതായിട്ടുള്ള എണ്ണകൾ കാണാൻ ചന്തമുള്ള ബോട്ടിലിൽ വന്നതുകൊണ്ട് അത് ഭഗവാന് കൊണ്ട് സമർപ്പിച്ചിട്ട് സ്വർണം കൊണ്ട് തുലാഭാരം തൂക്കിയിട്ടോ സ്വർണം കൊണ്ട് കൊടിമരം ചെയ്തിട്ടോ എന്ത് കാര്യം? അപ്പോൾ ഭഗവാന് സമർപ്പിക്കുന്ന നിവേദ്യങ്ങൾ ഇതുപോലെ വിളക്കിൻ്റെ എണ്ണകൾ, നല്ല ചന്ദനത്തിരികൾ കാർബൺ കൊണ്ട് ഉണ്ടാക്കാത്തത്, വലിയ വലിയ കമ്പനികളുടെ ചന്ദനത്തിരിയൊക്കെ കാർബണാണ്. കത്തിച്ചാൽ ക്യാൻസർ ഉറപ്പ്, ശ്വാസകോശ രോഗങ്ങൾ ഉറപ്പ്. സൈക്കിൾ അഗർബത്തി, കോയാസ് അഗർബത്തി ഒക്കെ നല്ല മണമൊക്കെ ഉണ്ടാവും, പക്ഷെ മുഴുവൻ കാർബൺ കൊണ്ട് നിർമ്മിതമാണ്. വലിയ ഇൻഡസ്ട്രിയാണത്. അതൊന്നുമല്ല വാങ്ങേണ്ടത്. നല്ല ഒറിജിനൽ എന്താ പറയുക ചന്ദനത്തിരി ഉണ്ടാക്കേണ്ട വിധിപ്രകാരം ഉണ്ടാക്കുന്ന പലരും ഉണ്ട്. അത് ഏതാണെന്ന് കുറച്ച് കാശ് കൂടിയാലും കുറച്ച് കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരും നല്ലതിന്. ഈ ഇൻഡസ്ട്രിയൽ ആയിട്ടുണ്ടാക്കുന്ന കാർബൺ കൊണ്ട് വില കുറഞ്ഞ സാധനങ്ങളെ കൊണ്ടുണ്ടാക്കുന്ന നല്ല മണം മാത്രം തരുന്ന വലിയ നല്ല പാക്കറ്റുകളിൽ വലിയ പബ്ലിസിറ്റിയോട് ടി വിയിലും മറ്റുമൊക്കെ പരസ്യം ചെയ്തു വരുന്നതായിട്ട് ചന്ദനത്തിരികൾ, അതിന് നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങിക്കും. വാസ്തവത്തിൽ അതൊന്നും കൊള്ളില്ലാത്ത സാധനങ്ങളാണ്. അപ്പം നല്ലതെന്താണെന്ന് തെരഞ്ഞു പിടിച്ച് വാങ്ങിക്കാൻ ശ്രദ്ധ കാണിക്കൂ. ഞാൻ നല്ല എണ്ണയെ ഭഗവാന് കൊടുക്കുള്ളൂ, നല്ല നെയ്യേ ഭഗവാന് കൊടുക്കുള്ളൂ, നല്ല ചന്ദനത്തിരിയെ കൊടുക്കുള്ളൂ, നല്ല കർപ്പൂരമേ കൊടുക്കുള്ളൂ, നല്ല നിവേദ്യങ്ങളെ കൊടുക്കുള്ളൂ എന്ന് എല്ലാവരും എന്താ പറയുക നല്ല പ്രതിജ്ഞ എടുക്കുക. അല്ല സ്വർണം കൊടുക്കുക വെള്ളി കൊടുക്കുക ഒന്നും വേണ്ട. ഉത്തമമായിട്ടുള്ള സാധനങ്ങൾ നിവേദിക്കുക, അത് മതി. അതിലേക്ക് കാശ് ചെലവാക്കൂ, അതിൽ പിശുക്ക് കാണിക്കണ്ട. അത് അവനവൻ്റെ വീട്ടിലാണെങ്കിലും. അപ്പം അതിന് എന്താ പറയുക കുറേ ആളുകൾ സംഘടിച്ചിട്ട് ഓരോ ക്ഷേത്രങ്ങൾക്കും ഇന്ന സാധനങ്ങൾ കൊടുക്കാവൂ എന്നുള്ളതായിട്ടുള്ളൊരു വ്യവസ്ഥയും അതിൻ്റെ അവൈലബിലിറ്റി ഉറപ്പാക്കുകയും ഒക്കെ ചെയ്യുന്ന രീതികൾ വേണം. ഓരോ ക്ഷേത്രങ്ങളെയും സംബന്ധിച്ച് ഭക്തന്മാരുടെ ഒരു സമിതി ഉണ്ടാക്കി നല്ല സാധനങ്ങളെ സോഴ്സ് ചെയ്യാനും അത് എവിടെ നിന്ന് കിട്ടും എന്ന് മനസ്സിലാക്കി അതെല്ലാവരും കൂടി ഫണ്ട് ചെയ്ത് വാങ്ങിച്ച് അവിടെ സെയിൽ ചെയ്യാനുള്ള ഏർപ്പാട്. വരുന്നവർക്ക് ക്ഷേത്രത്തിലേക്ക് ചന്ദനത്തിരി കൊടുക്കണോ, അതാ ഇവിടെ നിന്ന് ഇന്ന ബ്രാൻഡ് ചന്ദനത്തിരി വാങ്ങിച്ചു കൊടുക്കൂ
എണ്ണ കൊടുക്കണോ ഇന്ന ബ്രാൻഡേ കൊടുക്കാവൂ. മറ്റേ ദേവസ്വം ഓഫീസർമാരൊക്കെ മഹാകള്ളന്മാരാണ്. അവർക്ക് കമ്മീഷൻ ഏത് കമ്പനിയാണ് കൊടുക്കുന്നത് അവരുടെ സാധനങ്ങളെ അവിടെ വാങ്ങിക്കുള്ളൂ. പവിത്രവും പവിഴവും സ്വർണവും ഒക്കെ നല്ല കമ്മീഷൻ കൊടുക്കും ഈ ദേവസ്വം ഓഫീസർമാർക്ക്. അപ്പോൾ ആ സാധനം വാങ്ങിച്ചു വയ്ക്കും അവരുടെ സ്റ്റോറുകളിൽ. അപ്പോൾ ഭക്തജനങ്ങൾ ഇതിൽ മോണിറ്റർ ചെയ്യണം. അവരുടെ ഒരു സമിതി ഉണ്ടാവണം ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ. മറ്റ് വൃത്തികെട്ട എണ്ണകൾ നമ്മൾ കൊടുക്കരുത്. കൊടുക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തണം. അത് വാങ്ങി പൂജിക്കുന്ന പൂജാരികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അവർക്ക് തന്നെയാണ് ക്യാൻസർ ഉണ്ടാവുക, അവർക്ക് തന്നെയാണ് അസുഖങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അത് വാങ്ങിച്ചു കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ വിരട്ടണം. അവരെ പേടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് നല്ല കണക്കിൽ പറയണം. നമ്മളാരും അവരുടെ അടിമകളൊന്നുമല്ല, അവർ നമ്മുടെ ശമ്പളത്തിലാണ് കഴിയുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം വേണം. അപ്പോഴേ ധൈര്യം ഉണ്ടാവുള്ളൂ. അല്ലാതെ അവർ നമ്മളെ ഭരിക്കേണ്ടവരല്ല. അവർ ക്ഷേത്രങ്ങൾക്ക് വേണ്ട ഫെസിലിറ്റി ചെയ്യാനുള്ള ഫെസിലിറ്റേറ്റേഴ്സ് മാത്രമാണ്. അടിമകളായിട്ട് പണിയെടുക്കേണ്ടവരാണ്. ഭഗവാന്റെ ഭൃത്യന്മാരായി പണി ചെയ്യേണ്ടവരാണ്. അവരെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ദേവസ്വം ചെയർമാൻ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അവർ തലയിലിരുത്തേണ്ട ആൾക്കാരൊന്നുമല്ല. അവരെയൊക്കെ വരച്ച വരയിൽ നിർത്താൻ നമ്മൾ സമൂഹം പഠിക്കണം. ഇല്ലെങ്കിൽ അടിച്ചു ഓടിക്കുന്നു പറഞ്ഞ് പേടിപ്പിക്കണം. നിങ്ങളിവിടെ പ്രവേശിക്കാൻ പറ്റില്ല വൃത്തികേട് കാണിച്ചാൽ. ഇവിടെ ഞങ്ങളുടെ ഭക്തിയാണ്, ഞങ്ങളുടെ വികാരമാണ്, ഞങ്ങളുടെ ദേവന്റെ സുരക്ഷ ഞങ്ങൾ ഉറപ്പാക്കും എന്ന് തുറന്ന് പറയാറാവണം ഹിന്ദുക്കൾ. ഇത് ഹിന്ദുക്കൾ ആരെന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് ജന്തുക്കൾ ഉറക്കം തൂങ്ങികളായിട്ട് എല്ലാം കണ്ണടച്ച് ഇതാകുന്നത് കൊണ്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോൾ അന്യം നിന്ന് നശിച്ച് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്നത് ഓരോ പ്രൈവറ്റ് ക്ഷേത്രങ്ങളുണ്ട്, അതിനെങ്കിലും ആദ്യം മാതൃകകളാക്കി നന്നാക്കി അവിടെ ഗുരുകുലങ്ങൾ, അവിടെയൊക്കെ പാഠശാലകൾ നടക്കാനുള്ളതായിട്ടുള്ള വ്യവസ്ഥകൾ ചെയ്യുക. അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക. കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നല്ല അറിവുള്ള കഴിവുള്ള യുവാക്കളെ യുവതികളെ നമ്മൾ എന്തെങ്കിലും അവർക്കും മോണിറ്ററി ബെനിഫിറ്റ്സ് കൊടുത്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് സമയം വെറുതെ കിട്ടില്ല. അപ്പോൾ അവർ സമയം മെനക്കെടണമെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വീട്ടമ്മ, ചിലപ്പോൾ ആരോഗ്യമുണ്ട്, വീട്ടിൽ സമയമുണ്ട്, കൂടുതൽ വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, അങ്ങനെയുള്ളൊരു യുവതിയെ അല്ലെങ്കിൽ ഒരു അമ്മയെ ക്ഷേത്രത്തിൽ ചില കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിക്കൊണ്ട് ഏർപ്പാട് ചെയ്ത് അവർക്കൊരു മന്ത്ലി ഒരു എമൗണ്ട് കൊടുക്കുന്നതിൽ യാതൊരു വിഷമവും വിചാരിക്കേണ്ട. കുട്ടികൾക്ക് കുറച്ച് ട്യൂഷൻ എടുക്കുക, ഒപ്പം കുറച്ച് സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. സന്ധ്യാ ഗുരുകുലം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ദയാനന്ദാശ്രമത്തിൻ്റെ കീഴിൽ എയിം ഫോർ സേവയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് സന്ധ്യാ ഗുരുകുലങ്ങൾ. തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ 100 കണക്കിന് സ്ഥാപനങ്ങളുണ്ട്. സ്ഥാപനങ്ങളല്ല, വ്യക്തികളാണ് അത് നടത്തുന്നത്. അപ്പോൾ അവർക്കൊക്കെ മാസം നമ്മളൊരു എയിം ഫോർ സേവയിൽ നിന്ന് കുട്ടികൾക്ക് അത് നടത്തുന്ന ചെറുപ്പക്കാർക്ക് ഒരു ശമ്പളം പോലെ, അതുപോലെ ഈ വരുന്ന കുട്ടികൾക്ക് പ്രസാദം കൊടുക്കാൻ എല്ലാ ക്ലാസ്സിലും എന്തെങ്കിലും ഒരു പ്രസാദം കൂടി കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് സന്തോഷമാവും. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കും ഇവിടെ കേരളത്തിലൊക്കെ തുടങ്ങാം. സന്ധ്യ നേരത്തെ അടുത്തുള്ള കുട്ടികളെയൊക്കെ വിളിച്ചിരുത്തി അവർക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ പാഠപുസ്തകങ്ങളെ കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കുക. ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ, ആർക്കെങ്കിലും അതിനൊക്കെ സാമർഥ്യമുള്ളവരുണ്ടെങ്കിൽ, നേതൃത്വം കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഞങ്ങൾ സന്യാസിമാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ ആശ്രമത്തിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ടാവും. ഈ സന്ധ്യാഗുരുകുലം പോലെയുള്ള പരിപാടികൾ നടത്തുകയാണെങ്കിൽ ആ നടത്തുന്ന പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 10-15 കുട്ടികളെങ്കിലും അതിൽ ഗ്രൂപ്പിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസം 5000 രൂപ വീതമെങ്കിലും അതിലേക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള സംഗതികൾ ആലോചിക്കുക, ഓർഗനൈസ് ചെയ്യുക, നടത്തുക, അറിയിക്കുക. അതിനുവേണ്ട സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ നല്ല സാമഗ്രികൾ, പൂജാ സാമഗ്രികൾ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് സംഭരിക്കാൻ ഏർപ്പാട് ചെയ്യുക.
കുറച്ച് പേര് ഒരു ഭാഗത്ത് ഒത്തുകൂടുക. മാതൃസമിതിയൊക്കെ ഉണ്ടല്ലോ പലയിടത്തും. ആ മാതൃസമിതികൾ തീരുമാനിക്കുക നമുക്ക് നല്ല സാധനം എവിടെ കിട്ടും, ഏതാണ് കേടില്ലാത്ത സാധനം, നല്ല വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ല നല്ലെണ്ണ, നല്ല ചന്ദനത്തിരി, നല്ല കർപ്പൂരം, നല്ല നെയ്യ് ഏതാണ്, അത് അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി അത് സംഭരിക്കാനും അത് അവരവരുടെ വീടുകളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും ഉപയോഗിക്കാനും മാതൃസമിതികൾ വിചാരിച്ചാൽ സാധിക്കും. ചിന്തിക്കുക. നമ്മളും ആലോചിക്കുന്നുണ്ട്. നമ്മുടെ ദയാനന്ദ ആശ്രമത്തിൻ്റെ ആന്ധ്രയിലുള്ള എൻ്റെ ഗുരുവായി ഒരു സ്വാമിജി, വലിയ സ്വാമിജിയാണ്, പരിപൂർണാനന്ദ എന്ന് പറയും. അദ്ദേഹം വളരെ പ്രശസ്തനാണ്. ലക്ഷക്കണക്കിന് ഡിവോട്ടീസൊക്കെ ഉള്ള വലിയൊരു ഇതാണ്. അദ്ദേഹം ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സകല പൂജാദ്രവ്യങ്ങളും നല്ല രീതിയിൽ നിർമ്മിച്ച് വിപണനം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആന്ധ്രയിൽ മുഴുവൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. പ്രശസ്തമായിട്ടുള്ള രീതിയിൽ ഓൺലൈനായിട്ടും അവൈലബിളാണ്. അത് ബൾക്കായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വിതരണം ചെയ്യാനായിട്ട് മുൻകൈയെടുക്കാനുള്ള പ്രവർത്തിക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അതിന് ഏർപ്പാട് ചെയ്യാം. പ്രവർത്തിക്കാൻ ആൾ വേണം. അത് കൊണ്ടുപോയി സപ്ലൈ ചെയ്യാനും അതുപോലെ ക്ഷേത്രങ്ങളിൽ അതിനെ കൊണ്ടുപോയി പരിചയപ്പെടുത്താനും ഒക്കെ മെനക്കെടണം. കുറച്ച് വർക്ക് ചെയ്യാൻ തയ്യാറുള്ള ആളുകളുണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യാനും, അതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ബന്ധങ്ങളുണ്ട്. ഞങ്ങൾ സന്യാസിമാരും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധമുള്ളവരാണ്. വിളിച്ചു പറഞ്ഞാൽ അവർ പരിഗണിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാം. അതുപോലെ വ്യക്തികളിലേക്കും അതുപോലെ പല സംഘടനകളിലേക്കും ഒക്കെ എത്തിക്കാൻ പറ്റും. അപ്പോൾ അതിന് പ്രവർത്തിക്കാൻ ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും ഇനീഷ്യലായിട്ട് മുൻകൈ എടുത്ത് വരാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യാം. ഹൈദരാബാദിൽ നിന്ന് സാധനം ബൾക്കായിട്ട് വരുത്തിക്കാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ധർമ്മസന്ദേശയാത്ര എന്ന് പറഞ്ഞ് നടത്തിയത് ഈ ഒരു ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ഇതെല്ലാം തിരിച്ച് കൊണ്ടുവരാൻ, പ്രായോഗികമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വളണ്ടിയേഴ്സായിട്ട് ഓരോ ഏരിയയിൽ ഞാൻ ഇന്നത് ചെയ്യാം എന്ന് നിങ്ങൾ മുൻകൈ എടുത്ത് വാഗ്ദാനം തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് എന്ത് സപ്പോർട്ടാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ അതിലേക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാം. ഇനി ആർക്കെങ്കിലും സ്വയം ചെറിയ ചെറിയ ഷോപ്പുകൾ ക്ഷേത്രങ്ങളുടെ അടുത്തായിട്ട് ഈ പൂജാദ്രവ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നല്ല സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഷോപ്പുകൾ തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെയും സപ്പോർട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ പലതും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വ്യക്തികൾക്കും ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് സ്ഥാപനങ്ങൾക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നല്ലത്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന സകല ദ്രവ്യങ്ങളുടെയും കുത്തക മുസ്ലിങ്ങളുടെ കയ്യിലാണ്. ചന്ദനത്തിരി ആവട്ടെ, എണ്ണകളാവട്ടെ, അതുപോലെ നെയ്യാവട്ടെ, അതുപോലെ പൂക്കളാവട്ടെ, എല്ലാ ദ്രവ്യങ്ങളും ക്ഷേത്രങ്ങളിൽ സപ്ലൈ ചെയ്യുന്നത് ഇന്ന് മുസ്ലിങ്ങളാണ്. അപ്പം നമ്മുടെ ഫണ്ടുകൾ മുഴുവൻ പോകുന്നത് ആ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ്. ഇതിൻ്റെ ലാഭം പോകുന്നത് അവർക്കാണ്. ഈ ഭാരതത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾക്കാണ്. അത് മാറണം. ഹിന്ദുക്കളുടെ കയ്യിലേക്ക് ധനം വരാൻ നമ്മൾ പ്രവർത്തിക്കണം. നല്ല സാധനങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ സർവനാശമായിരിക്കും ഫലം. ചിന്തിക്കുക. സൂചിപ്പിച്ചതാണ്. അപ്പോൾ എന്താ പറയുക, ഗുരുകുലങ്ങളെ പരിപാലിക്കേണ്ടത്, രക്ഷിക്കേണ്ടതൊക്കെ അവിടുന്ന് വിദ്യാഭ്യാസം കിട്ടിയ ആ വിദ്യാർത്ഥികളുടെ, അവർ ഗൃഹസ്ഥരായാലും കൃതജ്ഞതയോടെ ചെയ്യേണ്ട കർത്തവ്യമാണെന്ന് ഇവിടെ സൂചിപ്പിച്ചു. ലബ്ധദക്ഷിണാത് ഗുരുകുലാത് സമാവൃത്തേന ഭവത ഹേ ധർമ്മജ്ഞ, ധർമ്മമറിയുന്നവനേന. എന്താ ധർമ്മം? ധർമ്മം രണ്ടാണ്. ഒന്ന് പ്രവൃത്തി, ഒന്ന് നിവൃത്തി. അതിൽ പ്രവൃത്തി ധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് ഹേ ധർമ്മജ്ഞ സദൃശീം ഭാര്യ ഊഢാ നവ, അങ്ങ് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ സ്വീകരിച്ചുകൊണ്ട് സദൃശിയായ ഭാര്യയെ
വാട്സപ്പിൽ മെസ്സേജ് അയക്കും. വാട്സപ്പിൽ അഡ്രസ്സ് അയക്കും, അല്ല ഡീറ്റെയിൽസ് ചോദിക്കും, ഞാൻ അതിലുള്ള തരാം പ്രഭാകരൻജിയോട്. അതുപോലെ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാതിരിക്കാനാണ് പറഞ്ഞത്. ക്ഷേത്രങ്ങളിൽ സമ്പത്ത് കൂട്ടി വെക്കാൻ പാടില്ല. ക്ഷേത്രത്തിൽ സമ്പത്ത് കൂട്ടി വയ്ക്കുമ്പോഴാണ് ദേവസ്വം ബോർഡ് വരുന്നത്. അപ്പോഴാണ് കൈയിട്ട് വരാൻ ഓരോരുത്തർക്കും തോന്നുന്നത്, പൂജകന്മാരടക്കം മനസ്സ് ദുഷിക്കുന്നത്. പൂജകന്മാർക്ക് മാസച്ചെലവിന് നല്ലോണം കൊടുക്കണം, അവരുടെ കുടുംബം നടത്താനുള്ളത് കൊടുക്കണം. അതിനുള്ള വഴിപാടുകളോ കാര്യങ്ങളോ ദക്ഷിണകളോ ഒക്കെ അവർക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ അധികമായിട്ടുള്ള ധനം സ്വർണത്തിൻ്റെ രൂപത്തിലോ മറ്റേതെങ്കിലും രൂപത്തിലോ ക്ഷേത്രങ്ങളിൽ സംഭരിച്ചു വെക്കരുത്. അതാണ് ഈ ദേവസ്വം ഏറ്റെടുക്കാനും അഥവാ അവിടെ ഉള്ളവർക്ക് കൈയിട്ട് വാരാനും ടെംപ്റ്റേഷൻ ഉണ്ടാക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ദേവസ്വം ബോർഡ് വന്ന് ഏറ്റെടുക്കുമ്പോൾ എന്താ പറയുക, അന്നാൾ ചിലവ് കഷ്ടിച്ച് നടന്നു പോകുന്ന ക്ഷേത്രങ്ങളിലൊന്നും ദേവസ്വം ബോർഡ് വരുന്നില്ല, അവരെത്തി നോക്കില്ല. അവർ നല്ല വരുമാനമുള്ള ക്ഷേത്രങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ നമ്മളവിടെ എന്തുണ്ടെങ്കിലും സാമൂഹ്യ സേവനത്തിന് ഉപയോഗിക്കണം വരുന്ന ഫണ്ട്. ധാരാളം ഫണ്ട് വരുന്ന ക്ഷേത്രമാണെങ്കിൽ പോലും അതിനെ അപ്പപ്പോൾ അതാത് മാസത്തിൽ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഹിന്ദു സമുദായത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കണം. പല ക്ഷേത്രങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ പാലക്കാട് കോട്ടയ്ക്കകം ആഞ്ജനേയ ക്ഷേത്രത്തിൻ്റെ ആഞ്ജനേയ സേവാ സമിതി അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. വരുന്ന വരുമാനത്തെ പല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റുന്നുണ്ട്. വലിയ ഡെപ്പോസിറ്റുകൾ ഇട്ട് വയ്ക്കുന്നില്ല. ഡെപ്പോസിറ്റ് ഇട്ട് വയ്ക്കുമ്പോഴാണ് അവർ പിടിച്ചെടുക്കാനായിട്ട് പല ശ്രമം നടത്തി. മുമ്പ് 70 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കിടപ്പുണ്ട്. അത് എന്താ പറയുക, എന്തോ കാരണം കൊണ്ട് അത് സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ബാങ്കിൽ നിന്ന് അത് എടുക്കാൻ നിവൃത്തിയില്ല. അത് ഈ തർക്കം കാരണമാണ് ദേവസ്വം ബോർഡ് വന്ന് പിടിച്ചെടുക്കാനുള്ള ശ്രമമൊക്കെ നടന്നിട്ട് അതിനെ ജനങ്ങൾ റെസിസ്റ്റ് ചെയ്തു, നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്ത് പുറത്താക്കി. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അന്നാൾ വരുന്നത് വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് സഹായമായിട്ട് വിവാഹ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്, ചികിത്സാ സഹായങ്ങൾ, അന്നദാനം ധാരാളമായിട്ട്, കുട്ടികൾക്കുള്ള സഹായങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി ക്ഷേത്രങ്ങൾ. അതിന് നല്ല കഴിവുള്ള നേതൃത്വം ഉണ്ടാവണം, ഉത്തരവാദിത്വമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നേതൃത്വം ക്ഷേത്രങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അല്ലാതെ കണ്ട കമ്മ്യൂണിസ്റ്റുകാരല്ല ക്ഷേത്രം ഭരിക്കേണ്ടത്, ഒരു ഭക്തിയുമില്ലാത്ത കള്ളന്മാരല്ല ക്ഷേത്രം ഭരിക്കേണ്ടത്. ഭക്തിയുള്ളവരും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരും നേതൃത്വ ഗുണമുള്ളവരുമായിട്ടുള്ള ആളുകളെ നമ്മൾ തിരഞ്ഞെടുത്ത് മുമ്പിൽ നിർത്തണം. അതിനെല്ലാവരും സഹകരിക്കണം. ഇപ്പം ഈ പറഞ്ഞ സന്ധ്യാഗുരുകുലം എന്ന് പറഞ്ഞ ആശയം നിങ്ങൾക്കൊക്കെ ചിന്തിക്കാവുന്നതാണ്. കഴിവുള്ളവർ വൈകുന്നേരങ്ങളിൽ കുട്ടികളെ എവിടെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് അവർക്ക് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലുള്ള ട്യൂഷനും മറ്റ് സഹായങ്ങളും ചെയ്തു കൊടുക്കുക. ഒപ്പം നമ്മുടെ നാമജപാദികൾ, കീർത്തനങ്ങൾ പാടുക, നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക മുതലായതിന് കുറച്ച് സമയം അതിൽ മാറ്റിവെക്കണം. ആ തുടക്കത്തിൽ തന്നെ കുറച്ച് പ്രാർത്ഥനയോടുകൂടി തുടങ്ങി കുറച്ച് കീർത്തനങ്ങളൊക്കെ പാടി മനസ്സിനെ ശാന്തമാക്കിയതിന് ശേഷം അവരുടെ പഠന കാര്യത്തിലേക്ക് അവരെ നയിക്കുക. അപ്പോൾ രണ്ടും നടക്കും. ദ്വേ പരാച അപരാച. അപരാവിദ്യയാണ് അവർ സ്കൂളിൽ പഠിക്കുന്നത്, പരാവിദ്യ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ രണ്ടിനുമുള്ള സാഹചര്യം ഒരുക്കണം. അപ്പോൾ അതിന് ജോലിയില്ലാതിരിക്കുന്ന വീട്ടമ്മമാരോ യുവതികളോ കുട്ടികളോ പെൺകുട്ടികളോ ഒക്കെ പരിശ്രമിക്കാം. അവർക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങൾ അമ്മമാർ കൂടെ നിൽക്കാം. അവർക്ക് വേണ്ട കുട്ടികൾ ധാരാളം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. മാസം ഒരു എമൗണ്ട് അതിലേക്ക് വേണ്ടി നമ്മൾ അയച്ചു കൊടുക്കാം. നിങ്ങൾ തയ്യാറാകും. അതേപോലെ ക്ഷേത്രങ്ങളിലേക്കും ഗൃഹങ്ങളിലേക്കും ആവശ്യമായിട്ടുള്ള പൂജാദ്രവ്യങ്ങൾ നമുക്ക്
നല്ലത് ഹിന്ദുക്കൾ നിർമ്മിക്കുന്ന ശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാനുള്ള ഒരു പ്രതിജ്ഞ ചെയ്ത് അതിനുവേണ്ടി അത് സംഭരിക്കാനുള്ള പരിപാടികൾ തുടങ്ങാം. അതിനുള്ള ഒരു എന്താ പറയുക, സഹകരണ അടിസ്ഥാനത്തിൽ കുറേ പേര് ചേർന്ന് അതിലേക്ക് മൂലധനം ഇറക്കി കുറേ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് അത് എല്ലാവരോടും പറഞ്ഞ് പല പ്രാവശ്യം പറയണം. പരസ്യങ്ങളൊക്കെ അങ്ങനെയല്ലേ, കമേഴ്സ്യൽസ് എല്ലാം തന്നെ അങ്ങനെയാണ്. ഏത് വൃത്തികെട്ട സാധനവും പല പ്രാവശ്യം പറഞ്ഞാൽ ചിലവാക്കാം. അപ്പോൾ പിന്നെ നല്ല സാധനങ്ങൾക്ക് വേണ്ടി പറയുന്നതിന് എന്തിനാ മടിക്കണത്? അപ്പോൾ മടികൂടാതെ പ്രവർത്തിക്കുക. തുടക്കത്തിൽ പെട്ടെന്നൊന്നും വിജയമൊന്നും ഉണ്ടാവില്ല ഏത് കാര്യത്തിലും. നമ്മൾ ഒരു എന്താ പറയുക, ധീരതയോടെ തുടർച്ചയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ ഏതു പാറയും അല്ലേ, പല അടി അടിച്ചു കഴിയുമ്പോൾ പിളരും. ഒന്നാമത്തെ അടിയിൽ ഒരു പാറയും പിളർന്നിട്ടില്ല. ചിലപ്പോൾ 10ാമത്തെ അടിയിലായിരിക്കും പാറ പൊടിയുക. 10ാമത്തെ അടി വരെ ക്ഷമയോടുകൂടി അടിക്കാൻ തയ്യാറാവണം. അതുപോലെയാണ് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും. അപ്പോൾ ആലോചിക്കൂ, നമുക്ക് തീർച്ചയായിട്ടും വഴികൾ ഉണ്ടാക്കാം. ശരി. അപ്പോൾ അങ്ങ് ധർമ്മജ്ഞനാണ്. നല്ല സദൃശിയായ ഭാര്യയെ വിവാഹം കഴിച്ചുവോ നവാ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. അവിടെ ഇദ്ദേഹത്തെ കണ്ടിട്ട് ഒരു എന്താ പറയുക, വിരക്തനായിട്ടുള്ള ഒരു സന്യാസിയുടെ ഭാവമുണ്ട്. അവർ അറിയാത്ത പോലെ ചോദിക്കുകയാണ്, അങ്ങ് കല്യാണം കഴിച്ചുവോ ഇല്ലയോ എന്ന്. അപ്പോൾ എപ്പോഴും വിവാഹം കഴിക്കേണ്ടത് സദൃശിയായ ഭാര്യയാണ്. അവനവൻ്റെ സ്വഭാവത്തിന് ഇണങ്ങുന്ന ഒരേ സംസ്കാരമുള്ള ആളുകളാണ് തമ്മിൽ ചർച്ചയുണ്ടാവുക. അങ്ങനെയുള്ള സാദൃശ്യമുള്ള ഭാര്യയെ വിവാഹം കഴിച്ചോ എന്ന് ചോദിക്കുന്നു. പ്രായോ ഗൃഹേഷു തേ ചിത്തം അകാമവിഹതം തഥാ നൈവാദിപ്രിയസേ വിദ്വന്ദനേഷു വിദിതം ഹിമേ. പ്രായോ ഗൃഹേഷു തേ ചിത്തം അകാമവിഹതം തഥാ നൈവാദിപ്രിയസേ വിദ്വന്ദനേഷു വിദിതം ഹിമേ. കുചേലൻ വിവാഹം കഴിക്കാതിരിക്കാം എന്ന് ഭഗവാൻ സൂചിപ്പിക്കുകയാണ്. ഇപ്പം ഇനി ആ ചർച്ച ഞാൻ നിർത്തുകയാണ്. ഇപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ ഇവിടെ തരാൻ പറ്റില്ല. ഏതെല്ലാമാണ് നല്ലത് എന്ന് ചോദിച്ചുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കും. അപ്പോൾ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ. എന്താ അതിന് കാരണം? പ്രായഃ ഗൃഹേഷു തേ ചിത്തം അകാമവിഹതം. പ്രായേണ ഗൃഹേഷു, ഗൃഹങ്ങളിൽ, ഗൃഹസ്ഥാശ്രമത്തിൽ തേ ചിത്തം അകാമവിഹതം. അങ്ങയുടെ ചിത്തം കാമത്താൽ ബാധിക്കപ്പെട്ടതല്ല, കാമചിന്തയുള്ളതല്ല. അപ്പോൾ ഗൃഹസ്ഥാശ്രമി ആവണം എന്ന് അങ്ങേക്ക് കൊതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനത് മനസ്സിലാക്കേണ്ടതാണ്. ഹേ വിദ്വൻ, ധനേഷു ന ഏവ അതിപ്രിയസേ ഇതി മേ വിദിതം ഹി. അങ്ങക്ക് ധനകാര്യങ്ങളിൽ, ധനം സമ്പാദിക്കുന്ന കാര്യത്തിലും ധനേഷു ന ഏവ അതിപ്രിയസേ, ധനം സമ്പാദിക്കുന്നതിൽ അതിപ്രീതിയൊന്നും അങ്ങേക്ക് ഉണ്ടാവില്ല. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാ പറയാം. മേ വിദിതം മയാ വിദിതം, എന്നാൽ അറിയപ്പെട്ടിരിക്കണു അങ്ങയുടെ സ്വഭാവം ഹി. അപ്പോ അങ്ങയുടെ മനസ്സ് വിഷയസുഖങ്ങളിൽ രമിക്കുന്നതല്ല, കാമങ്ങളെ കൊണ്ട് കലുഷിതമല്ല, നിസാരമായ ധനാദി വിഷയങ്ങളിൽ അധികം പ്രീതിയില്ലാത്തതാകുന്നു എന്ന കാര്യം എനിക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള അങ്ങേക്ക് വിവാഹം ചെയ്യാതിരിക്കാം. വിവാഹം ചെയ്യാതിരുന്നാൽ കുറ്റം പറയാനില്ല. അങ്ങ് നിവൃത്തിയിൽ കൂടുതൽ നിരതനായിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാല്യത്തിൽ തന്നെ ഞാൻ അങ്ങയെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത്. കേചിത് കുർവന്തി കർമാണി കാമൈരഹത ചേതസഃ ത്യജന്തഃ പ്രകൃതിർദേവീഃ യദാഹം ലോകസംഗ്രഹം. കേചിത് കുർവന്തി കർമാണി കാമൈരഹത ചേതസഃ ത്യജന്തഃ പ്രകൃതിർദേവീഃ
യദാഹം ലോകസംഗ്രഹം കേചിത് കാമൈഃ അഹതചേതസഃ പ്രകൃതിഃ ദേവീഃ ത്യജന്തഃ ലോകസംഗ്രഹം കർമാണി കുർവന്തി യദാ അഹം. ഭഗവാൻ കേചിത് ചിലര് കാമൈഹി അഹതചേതസഃ കാമങ്ങളാൽ ബാധിക്കപ്പെടാത്ത ഹനിക്കപ്പെടാത്ത ചേതസ്സുകൾ മനസ്സുള്ളവർ. അപ്പൊ കാമപീഡയില്ലാത്തവർ, കാമകലുഷിതമല്ലാത്തവർ, കലുഷിതമായ മനസ്സില്ലാത്തവർ. പ്രകൃതീഹി ദേവീഹി ത്യജന്തഃ. പ്രകൃതീഹി ദേവീഹി എന്നുള്ളത് ആ ഭഗവാന്റെ മായ, ആ ഈശ്വരന്റെ മായാവിലാസം കൊണ്ട് ഉണ്ടാകുന്ന ആ വിഷയാശകൾ അതിനെയെല്ലാം ഉപേക്ഷിച്ച് എന്നർത്ഥം. പ്രകൃതീഹി ദേവീഹി ത്യജന്തഃ. പ്രകൃതികളായിരിക്കുന്ന ദേവികളെ ത്യജിക്കുന്നവരായിട്ട് ലോകസംഗ്രഹം കർമാണി കുർവന്തി. ലോകസംഗ്രഹത്തിനായിക്കൊണ്ട്, ലോകത്തിന് മാതൃകയാവാൻ വേണ്ടി, ലോകത്തെ നിലനിർത്താനായിക്കൊണ്ട് കർമാണി കുർവന്തി കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പൊ ധർമ്മം എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുന്നു. ഏതുപോലെ യഥാ അഹം. ഭഗവാൻ തന്നെ തന്നെ സൂചിപ്പിക്കുന്നു. യഥാ അഹം, ഞാൻ എങ്ങനെ അതുപോലെ. അപ്പൊ ഞാനും കാമങ്ങളെ കൊണ്ട് ബാധിക്കപ്പെട്ട മനസ്സല്ല. ഞാൻ ഈ വിവാഹങ്ങളൊക്കെ കഴിച്ചത് എൻ്റെ കാമം കൊണ്ടല്ല, അവരെല്ലാം എന്നെ ഭരിച്ചത് കൊണ്ടാണ്, എന്നെ മാത്രം ഭരിച്ചത് കൊണ്ടാണ്. എനിക്ക് അല്ലാതെ വിഷയസുഖങ്ങളിലൊന്നും യാതൊരു ആശയവുമില്ല. പിന്നെ ഞാൻ എന്താ ഗൃഹസ്ഥനായിട്ട് ചെയ്യുന്നത്? ലോകസംഗ്രഹം. ഈ ലോകത്തിന് മാതൃകയായിക്കൊണ്ട് ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എന്നെ പോലെയുള്ള കർമ്മയോഗികൾ വിഷയങ്ങൾ അനുഭവിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് കാണുമ്പോൾ തോന്നാം. ഭഗവാൻ ഗീതയിൽ ജനക മഹാരാജാവിനെയാണ് ഉദാഹരിച്ചത് അർജുനനോട്. കർമ്മണൈവ ഹി സംസിദ്ധിമാസ്തിതാ ജനകാദയഃ. കർമ്മണായേവ സംസിദ്ധിമാസ്തിതാഹ ജനകാദയഃ. ജനകൻ മുതലായ രാജാക്കന്മാർ കർമ്മത്തിലൂടെ തന്നെ സിദ്ധിയെ പ്രാപിച്ചവരാണ്. അതുകൊണ്ട് അർജുന, നീയും പ്രവൃത്തി ധർമ്മം ചെയ്യൂ, കർമ്മയോഗം അനുഷ്ഠിക്കൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ ഞാനും ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്, ഗൃഹസ്ഥാശ്രമധർമ്മം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സാമാന്യമായിട്ടൊരു കുശല പ്രശ്നം ചെയ്തു. അദ്ദേഹത്തിന്റെ വിവാഹത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനെ സൂചിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഭഗവാൻ ഗുരുകുലത്തിലെ വാസകാലത്തെക്കുറിച്ച് ഓർമ്മിക്കുകയാണ്. കച്ചിത് ഗുരുകുലേ വാസം ബ്രഹ്മൻ സ്മരസി നൗ യതഃ ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസഃ പാരമസ്നുതേ. കച്ചിത് ഗുരുകുലേ വാസം ബ്രഹ്മൻ സ്മരസി നൗ യതഃ ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസഃ പാരമസ്നുതേ. യതഃ ദ്വിജഃ വിജ്ഞേയം വിജ്ഞായ തമസഃ പാരമസ്നുതേ. ഹേ ബ്രഹ്മൻ നൗ ഗുരുകുലേ വാസം സ്മരസി കച്ചിത്. അല്ലയോ ബ്രഹ്മൻ, ബ്രാഹ്മണോത്തമ, നൗ നമ്മൾ രണ്ടുപേരുടെയും ഗുരുകുലേ വാസം, ഗുരുകുലത്തിലുണ്ടായ വാസത്തെക്കുറിച്ച് സ്മരസി കച്ചിത്. ആർ യു റിമെമ്പറിംഗ്? സ്മരിക്കുന്നുണ്ടോ? ത്വം സ്മരസി. കച്ചിത് എന്നുള്ളത് ആ ഒരു വികല്പമായി ചോദിക്കണം. ഉണ്ടോ ഇല്ലയോ എന്നുള്ള അർത്ഥത്തിൽ. അങ്ങേക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ഗുരുകുലവാസക്കാലം? നൗ എന്നുള്ളത് സഹ നൗ അല്ലേ? സഹ നാവതു, സഹ നൗ അവതു തന്നെയാണത്. സഹ നൗ ബുനക്തു. ആ നൗ നൗ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേർ ആവാം എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ രണ്ടുപേർ. അപ്പൊ നമ്മൾ രണ്ടുപേര് നൗ ഗുരുകുലേ വാസം സ്മരസി കച്ചിത്. സ്മരിക്കുന്നുണ്ടോ? എന്താ ഗുരുകുലവാസം? ആ ഗുരുകുലവാസത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചതാണ്. യതഃ, ഏതൊരിടത്തു നിന്ന്, ഏതൊരു ഗുരുകുലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന്, ദ്വിജഃ ഒരു സംസ്കാരമുള്ളവൻ, ദ്വിജൻ, ബ്രാഹ്മണന് മാത്രമല്ല ദ്വിജൻ, പഠിക്കാനായിട്ട് ഗുരുകുലത്തിലേക്ക്
കമ്മിറ്റഡ് ആയിക്കഴിഞ്ഞാൽ അവൻ ദ്വിജനായിക്കഴിഞ്ഞു. അതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് ഉപനയനം. അപ്പോൾ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ 3 കൂട്ടരും ദ്വിജന്മാരാണ്. 3 സംസ്കാരമുള്ളവരും ദ്വിജന്മാരാണ്. അവർ ആ 2ാം ജന്മമാണ് ഉപനയനം ചെയ്ത് ഗുരുകുലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ദ്വിജൻ, ഒരു സംസ്കാരമുള്ള ഒരു മനുഷ്യൻ വിദ്യാഭ്യാസത്തിന് തയ്യാറാവുന്നതായിട്ടുള്ളൊരു മനുഷ്യൻ എവിടെ ചെന്നിട്ടാണ് വിജ്ഞേയം വിജ്ഞായ, വിജ്ഞേയം വിജ്ഞായ, വിജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയപ്പെടേണ്ടത്, അറിയപ്പെടേണ്ടതിനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞിട്ട് വിജ്ഞായ. അപ്പൊ അറിയേണ്ടതിനെ അറിഞ്ഞിട്ട് തമസഹ പാരം അശ്നുതേ, തമസിന്റെ പാരത്തെ അനുഭവിക്കുന്നത്, പ്രാപിക്കുന്നത്. ഇവിടെ തമസ് എന്ന് പറഞ്ഞാൽ അന്ധകാരം. ഏതാ അന്ധകാരം? ഇപ്പോഴുള്ള ആളുകളൊക്കെ ഈ തമസിലാണ് ജീവിക്കുന്നത്. വെളിച്ചം ദുഃഖമാണുണ്ണീ, തമസല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞ് ഇരുട്ടത്ത് കഴിയാനാണ് ഇന്നത്തെ ആളുകൾക്ക് ഇഷ്ടം, അല്ലേ? അന്ധേനൈവ നിയമാന യഥാന്താഹ, പൊട്ടക്കണ്ണന്മാരാൽ നയിക്കപ്പെടുന്ന പൊട്ടക്കണ്ണന്മാരെ പോലെ ഇരുട്ടത്ത് കഴിയാനാണ് ഭൂരിപക്ഷം ആളുകൾക്കും സൗകര്യം, ഇഷ്ടം. ഈ ഇരുട്ടത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കാൻ പ്രാർത്ഥിക്കുന്നവർ വളരെ ചുരുക്കം, അല്ലേ? അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ, തമസിൽ നിന്ന് എന്നെ ജ്യോതിസിലേക്ക് നയിച്ചാലും എന്ന് പ്രാർത്ഥിക്കുന്നവർ വളരെ ചുരുക്കം. ഈ തമസ് എന്താ? തമസ് അജ്ഞാനത്തിന്റെ അന്ധകാരം ആണ് തമസ്. അറിയേണ്ടതറിയാത്ത അവസ്ഥയാണ് തമസ്. തെറ്റിദ്ധാരണകളുടെ അവസ്ഥയാണ് തമസ്. അപ്പോൾ തീരെ ഒന്നും അറിയാത്ത അജ്ഞാനവും തെറ്റിദ്ധരിക്കുന്ന അന്യതാജ്ഞാനവും, ഇത് രണ്ടും തമസിലാണ്. ഈ തമസിൽ കഴിയുന്നവരാണ് ഭൂരിപക്ഷം ജനങ്ങളും. അവർ തമസിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എവിടെ പോകണം? ഗുരുകുലത്തിൽ ചെന്ന് ഗുരുവിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കണം. വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം. ആ വിളക്ക് സ്വന്തമാക്കണം. എന്താ വിളക്ക്? ജ്ഞാനമാണ് വിളക്ക്. അപ്പോൾ തമസഹ പാരം അസ്നുത, ആ തമസിന്റെ അജ്ഞാനത്തിന്റെ മറുകരയെ പ്രാപിക്കുന്നു. അങ്ങനെയുള്ള നമ്മുടെ ഗുരുകുലവാസത്തിൽ ഓർമ്മിക്കണ്ടോ? നൗ ഗുരുകുലേ വാസം സ്മരസി കച്ചിത്, അങ്ങ് സ്മരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ഗുരുകുലവാസത്തിന്റെ മഹിമയെ പിന്നെ ഭഗവാൻ വാചാലനായി പറയുന്നു. സ്വവൈ സത്കർമ്മണാം സാക്ഷാത് ദ്വിജാദേരിഹ സംഭവഃ ആദ്യോംഗ യത്രാശ്രമിണാം യദാഹം ജ്ഞാനദോ ഗുരുഃ. സ്വവൈ സത്കർമ്മണാം സാക്ഷാത് ദ്വിജാദേരിഹ സംഭവഃ ആദ്യോംഗ യത്രാശ്രമിണാം യദാഹം ജ്ഞാനദോ ഗുരുഃ. അപ്പോൾ ഇവിടെ ഭഗവാൻ ഒരു 3 ഗുരുക്കന്മാരെ കുറിച്ച് സൂചിപ്പിച്ച് അതിൽ ആത്മജ്ഞാനം നൽകുന്ന ഗുരുവാണ് ഏറ്റവും വലിയ ഗുരു എന്നും കൂടി സൂചിപ്പിക്കുകയാണ്. ആ ഗുരുകുലത്തിൽ നിന്നാണ് ആത്മജ്ഞാനം നമുക്ക് ലഭിക്കുക. വീട്ടിൽ നമുക്ക് 2 ഗുരുക്കന്മാരുണ്ട്, അച്ഛനും അമ്മയും. മാതാ പിതാ ഗുരു ദൈവം. അപ്പൊ ഇവിടെ എങ്ങനെയാ പറയുന്നത്? ഭഗവാൻ എന്താ പറയണത്? ഇഹ യതഃ സംഭവഃ സവൈ ആദ്യ ഗുരു. സവൈ ആദ്യ ഗുരു, അവനാണ് ആദ്യത്തെ ഗുരു. ആരാണ്? ഇഹ ഈ ലോകത്തിലേക്ക് യതഃ സംഭവഃ, യാതൊരുവനിൽ നിന്നാണോ നിങ്ങളുടെ സംഭവം, സംഭവം എന്ന് പറഞ്ഞാൽ ഉത്ഭവം, ആരാണോ നിങ്ങൾക്ക് ജന്മം നൽകുന്നത്, ആ ജന്മം നൽകുന്ന പിതാവ് എന്നർത്ഥം ഇവിടെ. അപ്പൊ ജന്മം നൽകുന്ന പിതാവ്, മാതാവും ചേർത്തെടുക്കാം. ആ മാതാവും പിതാവുമാണ് ആദ്യ ഗുരു, ഒന്നാമത്തെ ഗുരു. നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് ഈ ഗുരുക്കന്മാരിൽ നിന്നാണ്, ഇവരുടെ ഉപദേശം കൊണ്ടാണ്. ദ്വിജാദേഹേ യതഃ സത്കർമ്മണാം സംഭവഃ സഹ ദ്വിതീയഃ ഗുരുഃ. ദ്വിജാദേഹേ എന്ന് പറഞ്ഞാൽ ദ്വിജാതി എന്ന് വെച്ചാൽ സംസ്കാരം കഴിഞ്ഞവൻ, ഉപനയന സംസ്കാരം കഴിഞ്ഞവൻ ദ്വിജാതിയായി. പൂണൂലിട്ട് കഴിഞ്ഞാൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർ
ആയിക്കഴിഞ്ഞു. അങ്ങനെയുള്ള ദ്വിജാദേഹേ, അങ്ങനെയുള്ള ഒരുവന് യതഃ സത്കർമ്മണാം സംഭവ, യാതൊരുവനിൽ നിന്നാണോ സത്കർമ്മങ്ങൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ സത്കർമ്മങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നതായിട്ടുള്ള ഉപാധ്യായൻ, വേദം അഭ്യസിപ്പിക്കുക, വേദത്തിൽ നിന്ന് വൈദികങ്ങളായ കർമ്മങ്ങളെ അഭ്യസിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു ഉപാധ്യായൻ. അയാൾ ഗൃഹസ്ഥനായിരിക്കാം, അയാള് അധ്യാത്മവിദ്യ നൽകിയില്ല എന്ന് വരാം, നൽകിയെന്ന് വരാം, അതിനുള്ള പക്വതയുള്ള ആളായി എന്ന് വരാം. അപ്പോൾ ഉപാധ്യായൻ എന്നാണ് അങ്ങനെയുള്ളവരെ വിളിക്കുക. നമുക്ക് വേദം ഉപദേശിക്കുകയും വേദം പഠിപ്പിക്കുകയും അഭ്യസിപ്പിക്കുകയും അതെങ്ങനെ പ്രയോഗിക്കണം, കർമ്മങ്ങളിലൊക്കെ എങ്ങനെ പ്രയോഗിക്കണം, ഏതേത് കർമ്മങ്ങൾ ചെയ്യണം, നൈമിത്തിക കർമ്മങ്ങളൊക്കെ പഠിപ്പിച്ചു തരിക, നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കാനുള്ളതായിട്ടുള്ള ആ ഗൈഡൻസ് നമുക്ക് നൽകുന്ന, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളെ പ്രവർത്തിപ്പിക്കുന്ന ഗുരുവിനെ രണ്ടാമൻ എന്ന് പറഞ്ഞു. സഹ ദ്വിതീയ ഗുരു. അതാണ് സത്കർമ്മണാം സംഭവ ദ്വിജാദേഹേ യതഃ സഹ ദ്വിതീയ ഗുരു. അവൻ ദ്വിതീയ ഗുരുവാണ്. ആശ്രമിണാം യഹ ജ്ഞാനദഃ ഗുരു സഹ സാക്ഷാത് അഹം യഥാ. ഇവിടെ ആശ്രമിണാം എന്ന് പറയുമ്പോൾ ആശ്രമികൾക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ 4ാമത്തെ ആശ്രമമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആശ്രമം. അപ്പോൾ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം ഇങ്ങനെയുള്ള ക്രമത്തിലുള്ള ആശ്രമങ്ങളെ അനുഷ്ഠിച്ചു വരുന്ന ആളുകൾക്ക്, ആശ്രമികൾക്ക് യഹ ജ്ഞാനദഃ ഗുരു, ആരാണോ പരമമായിട്ടുള്ള പരമാത്മജ്ഞാനത്തെ ദാനം ചെയ്യുന്ന ഗുരു, തത്വമസ്യാദി മഹാവാക്യങ്ങളെ ഉപദേശിക്കുന്ന ഗുരു, ആ മഹാവാക്യോപദേഷ്ട അവനാണ് സഹ സാക്ഷാത് അഹം യഥാ ജ്ഞാനദഃ ഗുരു. അവൻ സാക്ഷാൽ ഈശ്വരൻ എന്ന പോലെ എന്നർത്ഥം. ഇവിടെ അഹം യഥാ എന്ന് പറഞ്ഞാല് ഭഗവാൻ തന്നെ പോലെ എന്ന് പറയുന്നത് ഈശ്വരൻ എന്ന പോലെ ജ്ഞാനദനായ ഗുരുവാകുന്നു, ജ്ഞാനത്തെ ദാനം ചെയ്യുന്ന ഗുരുവാകുന്നു. അപ്പൊ തത്വമസ്യാദി മഹാവാക്യങ്ങൾ ഉപദേശിച്ചുകൊണ്ട് ആത്മജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവൻ ഏറ്റവും ഉന്നതനായ ഗുരു, ഈശ്വരതുല്യനായിട്ടുള്ള ഗുരു, അഹം യഥാ എന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് മാതാപിതാക്കളെ ആദ്യത്തെ ഗുരുക്കന്മാരായിട്ടും നമുക്ക് വിദ്യാഭ്യാസം ചെയ്യിച്ച് സംസ്കാരമുള്ളവരാക്കി ധർമ്മം അനുഷ്ഠിക്കാൻ പ്രേരിപ്പിക്കുന്ന ഗുരുക്കന്മാർ, ഉപാധ്യായന്മാർ, അവര് രണ്ടാമത്തെ ഗുരുക്കന്മാരും നമ്മൾക്ക് ആത്മജ്ഞാനോപദേശം ചെയ്ത് നമ്മളെ സംസാരത്തിൽ നിന്ന് തന്നെ കരകയറ്റുന്നവരാണ് ആത്യന്തികമായിട്ടുള്ള ഗുരു ശബ്ദത്തിന് അർത്ഥം. യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത് നമ്മളെ സംസാരത്തിൽ നിന്ന് കരകയറ്റുന്നവരാണ്, നമ്മളെ സംസാരത്തിലേക്ക് കൊണ്ടുവന്നവരാണ് അച്ഛനും അമ്മയും. ഈ സാഗരത്തിൽ നിന്ന് നമ്മളെ കരകയറ്റുന്നവരാണ് യഥാർത്ഥ ആത്മജ്ഞാനം നൽകുന്ന ഗുരുക്കന്മാർ. അപ്പൊ ആ 3 ഗുരുക്കന്മാരെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. സവൈ സത്കർമ്മണാം സാക്ഷാത് വിജാതേരിഹ സംഭവഃ ആദ്യോംഗ യത്രാശ്രമിണാം യദാഹം ജ്ഞാനദോ ഗുരുഃ നന്വർത്ഥകോവിദാ ബ്രഹ്മൻ വർണ്ണാശ്രമപദാമിഹ യേ മയാ ഗുരുണാ വാചാ തരന്ത്യഞ്ജോ ഭവാർണവം. നന്വർത്ഥകോവിദാ ബ്രഹ്മൻ വർണ്ണാശ്രമവദാമിഹ യേ മയാ ഗുരുണാ വാചാ തരന്ത്യഞ്ജോ ഭവാർണവം. ഇവിടെ ആരാണോ യഥാർത്ഥത്തിൽ ആ മോക്ഷത്തെ ഉപദേശിക്കുന്ന, ജ്ഞാനത്തെ ഉപദേശിക്കുന്ന ഗുരുക്കന്മാരെ ആശ്രയിച്ച് സംസാര സാഗരത്തെ തരണം ചെയ്യുന്നത്, അവനാണ് വാസ്തവത്തിൽ ജീവിതത്തിന്റെ മർമ്മമറിഞ്ഞവർ, അതിന്റെ പരമപ്രയോജനമറിഞ്ഞവർ. അതാണ് അർത്ഥകോവിദാഹ എന്ന് പറയുന്നത്. അർത്ഥകോവിദാഹ, അർത്ഥകോവിദന്മാർ. അർത്ഥമെന്നാൽ പുരുഷാർത്ഥം, പരമാർത്ഥം, ജീവിതത്തിന്റെ അർത്ഥം. ആ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞ്, ജീവിത ലക്ഷ്യം എന്താണ്, പ്രയോജനം എന്താണ്, ആത്യന്തികമായി പരമപുരുഷാർത്ഥം എന്താണെന്ന് അറിയുന്നവരെയാണ് അർത്ഥകോവിദന്മാർ. അപ്പൊ പുരുഷാർത്ഥ നിർണയം ചെയ്തവൻ ആണ് അർത്ഥകോവിദൻ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം
ഇതിലേതാണ് പരമപുരുഷാർത്ഥം? മോക്ഷമാണ് പരമപുരുഷാർത്ഥം. അതാണ് എനിക്ക് സാധിക്കേണ്ടത്, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് നിശ്ചയിക്കുകയും ബാക്കി അർത്ഥകാമങ്ങളെയെല്ലാം, ധർമാർത്ഥ കാമങ്ങളെ അതിലേക്ക് ക്രമപ്പെടുത്തുകയും ചെയ്യുക. അതാണ് വിവേകം. അപ്പൊ അവരാണ് സ്മാർട്ട്. അർത്ഥഗോവിന്ദന്മാരെന്നാൽ ദ സ്മാർട്ടസ്റ്റ്. ദേ ആർ ദ മോസ്റ്റ് ഇന്റലിജന്റ്, ദേ ആർ ദ സ്മാർട്ടസ്റ്റ് എന്ന്. അപ്പൊ ആരാണ് ഈ അർത്ഥഗോവിന്ദന്മാർ? ഹേ ബ്രഹ്മൻ, ആ വർണ്ണാശ്രമവതാമിഹ, വർണ്ണാശ്രമം അനുഷ്ഠിക്കുന്നവരിൽ വെച്ച് അർത്ഥഗോവിന്ദന്മാർ ഇവരാണ്. ആരാണ്? യാവരാണോ ഇഹ ഈ ലോകത്തില് ഗുരുണാമയാ വാച, ഗുരുവായ എന്റെ വാക്കുകൾ കൊണ്ട്, ഈശ്വരൻ തന്നെയാണ് ഗുരു, ആ ഈശ്വരനാകുന്ന ഗുരുവിന്റെ വാക്കുകളെ കൊണ്ട്, വാച ഭവാർണവം അഞ്ചഹ തരന്തി, സംസാരസാഗരത്തെ ആരാണോ സുഖമായി തരണം ചെയ്യുന്നത്, അഞ്ചഹ എന്ന് പറഞ്ഞാല് സുഖമായിട്ട്, പെട്ടെന്ന് എന്നൊക്കെ അർത്ഥത്തിലുള്ള അവ്യയ ശബ്ദമാണ്. അപ്പൊ നല്ല സുഖമായിട്ട് ലാഘവത്തോടെ ഈ സംസാരസാഗരത്തെ കടക്കാനുള്ള വഴി ഏതാണ്? ഗുരുവിന്റെ വാക്ക് അനുസരിക്കുക, ഗുരുവിന്റെ വാക്ക് ശ്രവിക്കുക. അപ്പൊ ഈ ലോകത്ത് ഗുരുണാമയാ വാച, ഗുരുവായ എന്റെ വാക്കുകളെ കൊണ്ട്, ഭവാർണവം അഞ്ചഹ തരന്തി, സംസാരസാഗരത്തെ ആര് എളുപ്പത്തിൽ തരണം ചെയ്യുന്നുവോ, തേ നനു വർണ്ണാശ്രമവതാം അർത്ഥകോവിദാഹ, അവരാണ് വർണ്ണാശ്രമം അറിയുന്നവരിൽ വെച്ച്, വർണ്ണാശ്രമം അനുഷ്ഠിക്കുന്നവരിൽ വെച്ച് അതിന്റെ അർത്ഥം, അതിന്റെ ലക്ഷ്യം, പ്രയോജനം നന്നായി ഉറപ്പിച്ചിട്ടുള്ളവർ, സാമർഥ്യമുള്ളവർ, സ്മാർട്ടാണ് അവര്. അപ്പൊ അതാണ് വേണ്ടത് എന്ന് ഓരോരുത്തരെയും ഭഗവാൻ പറയണം. നിങ്ങളൊക്കെ സ്മാർട്ടാവിൻ, അർത്ഥകോവിദന്മാരാവിൻ, പുരുഷാർത്ഥ നിശ്ചയം ചെയ്യുവിൻ. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന് നിർണയിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുവിൻ. ഏത് കിട്ടിയാലാണോ ആത്യന്തികമായിട്ടുള്ള ദുഃഖനിവൃത്തിയും സുഖപ്രാപ്തിയും ഉണ്ടാവുക, അത് തെരഞ്ഞെടുക്കുവിൻ. അല്ലാതെ ദുഃഖയോനികളായ സ്ഥാനങ്ങളെ തന്നെ വീണ്ടും തെരഞ്ഞെടുത്തിട്ട് വീണ്ടും വീണ്ടും ദുഃഖിക്കാതിരിക്കും. ഇതാണ് ഇവിടെ ഭഗവാന്റെ സൂചന, നമുക്കൊക്കെ ഉള്ള സൂചനയാണ്. അപ്പൊ ജ്ഞാനപ്രദനായ ഗുരുവിനെ സേവിച്ച് സംസാര സാഗരത്തെ മറുകര കടക്കാൻ ശ്രമിക്കുന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രയോജനം. അത് ചെയ്യുന്നവനാണ് ഏറ്റവും മിടുമിടുക്കൻ, സ്മാർട്ട്. നാഹം ഇജ്യ പ്രജാതിഭ്യാം തപസോപശമേന വാ തുഷ്യേയം സർവഭൂതാത്മാ ഗുരുശുശ്രൂഷയാ യഥാ. നാഹമിജ്യ പ്രജാതിഭ്യാം തപസോപശമേന വാ തുഷ്യേയം സർവഭൂതാത്മാ ഗുരുശുശ്രൂഷയാ യഥാ. ആ ഗുരുശുശ്രൂഷയാണ് ഏറ്റവും വലിയ പൂജ എന്ന് പറയണം ഇവിടെ ഭഗവാൻ. ഇവിടെ സർവഭൂതാത്മാ അഹം, എല്ലാ ഭൂതങ്ങളുടെയും ആത്മാവായിരിക്കുന്ന ഈ ഞാൻ, ഗുരുശുശ്രൂഷയാ യഥാ തുഷ്യേയം, ഗുരുശുശ്രൂഷ കൊണ്ട് എപ്രകാരം സന്തോഷിക്കുമോ, തഥാ ന തുഷ്യേയം, അപ്രകാരം ഞാൻ സന്തോഷിക്കില്ല. ഏതുകൊണ്ട്? ഇജ്യ പ്രജാതിഭ്യാം തപസാ ഉപശമേന വാ, ഇജ്യ പ്രജാതിഭ്യാം തപസാ ഉപശമേന വാ അഹം തഥാ ന തുഷ്യേയം. അപ്പൊ ഇജ്യ എന്ന് പറഞ്ഞാൽ യാഗാദികൾ, യാഗം മുതലായത് വലിയ വലിയ യാഗങ്ങൾ നിങ്ങൾ നടത്തിക്കോളൂ. അതുപോലെ പ്രജാതി, പ്രജാതി പ്രകർഷേണ ജനിക്കുന്ന അവസ്ഥ, കുലമഹിമ, നല്ല കുലത്തിൽ, ശ്രേഷ്ഠമായ കുലത്തിൽ ജനിച്ചു. അപ്പൊ അങ്ങനെ ജനനം കൊണ്ടുള്ള ശ്രേഷ്ഠത കൊണ്ടോ, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അഥവാ യാഗങ്ങൾ കൊണ്ടോ, അതുപോലെ തപസ്സുകൊണ്ടോ, ഉപശമേനവ, ഉപശമം അഥവാ അടക്കം, ഇന്ദ്രിയ നിയന്ത്രണാദി വ്രതങ്ങൾ, ഇതെല്ലാം കൊണ്ടോ അഹം ന തഥാ തുഷ്യേയം, അപ്രകാരം ഞാൻ തുഷിക്കില്ല. ഏതുപോലെ? ഗുരുശുശ്രൂഷയായതാ അഹം തുഷ്യേയം. ഇപ്പൊ ഗുരുശുശ്രൂഷ കൊണ്ട് ഞാൻ സന്തോഷിക്കും പോലെ ബാക്കി നിങ്ങൾ സ്വന്തം കഴിവുകൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മം കൊണ്ട് ഒക്കെയുള്ള ഗുണങ്ങള്
അതൊന്നും എന്നെ സന്തോഷിപ്പിക്കാൻ പോരാ. അപ്പൊ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ജന്മം അഥവാ കുലമഹിമ മതിയാവോ എന്ന് ചോദിച്ചാൽ പോരാ, ഭഗവാൻ സന്തോഷിക്കില്ല. പ്രഹ്ലാദൻ പറയുന്നു, ഞാനൊരു നീചനായി അസുരനായി ജനിച്ചിട്ട് പോലും എൻ്റെ നേരെ സന്തോഷിച്ചു. ബ്രഹ്മാദി സാത്വികന്മാരായ ആളുകളൊക്കെ ഭഗവാനെ സ്തുതിച്ചിട്ടും അവരുടെ നേരെ ഭഗവാൻ സന്തോഷിച്ചില്ല. ഈ നീചനായ അസുരയോനിയിൽ പറഞ്ഞ എന്നോട് സന്തോഷിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട്? ഭക്ത്യാ തുതോഷ ഭഗവാൻ ഗജയൂതപായ. ഒരു ആനയോട് പോലും ഭഗവാൻ സന്തോഷിച്ചു ഭക്തി കൊണ്ട്. അപ്പോൾ അവിടെ ഭഗവാനെ പൂജിക്കാനുള്ള ഏറ്റവും ഉത്തമമായ പൂജ ഏതാണ്? പഠിച്ചു വെച്ചോളൂ, ഗുരു ശുശ്രൂഷ. ഗുരുവിനെ ശ്രവിക്കുക എന്നതാണ് ശുശ്രൂഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, ഗുരുവിനെ മണിയടിക്കുക എന്നല്ല. ഗുരുവിൻ്റെ കാല് തിരുമ്പിയും കൈ തിരുമ്പിയും സോപ്പിട്ട് എന്തെങ്കിലും മറ്റു ഭൗതിക കാര്യങ്ങൾ സാധിക്കലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗുരുവിൽ നിന്ന് ശ്രവണം ചെയ്യുന്നതിലുള്ള ശ്രദ്ധ, ഗുരു പറയുന്ന വാക്യങ്ങൾ സത്യമാണെന്നുള്ള ഉറപ്പ്, ഇതാണ് ഗുരു ശുശ്രൂഷ. അതിലേക്ക് സഹായകമാകുന്ന ചില കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നു. ഗുരുവിന് സമയം കൂടുതൽ കിട്ടാൻ വേണ്ടി ഗുരുവിൻ്റെ ഗൃഹത്തിലെ ജോലികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നു. അതെന്തിനു വേണ്ടി? ഗുരു ഫ്രീ ആകാൻ വേണ്ടി. ഗുരു കുറച്ചുകൂടി ഫ്രീ ടൈമുള്ള സ്വതന്ത്രനായിരുന്നാൽ മാത്രമേ നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ സമയം, വിലപ്പിടിച്ച സമയം കിട്ടുകയുള്ളൂ. അപ്പോൾ ഗുരു വീട്ടിലെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് പഠിപ്പിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഗുരു വിറക് വെട്ടാനും, ഗുരു വെള്ളം കോരാനും, ഗുരു കൃഷിപ്പണിക്കും പശുവിനെ മേയ്ക്കാനും തുണിയലക്കാനും ഒക്കെ പോയി കഴിഞ്ഞാൽ ഗുരുവിന് നോ ടൈം. അപ്പോൾ ശിഷ്യന്മാർ വെറുതെ ശാപ്പാട് പഠിച്ചു കഴിയുക അവിടെ ഗുരുകുലത്തിൽ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഗുരുവിൻ്റെ പണികളൊക്കെ സ്വയം ഏറ്റെടുത്ത് ഗുരുവിനെ ഫ്രീ ആക്കുക. അദ്ദേഹത്തിന് കൂടുതൽ സമയം നമ്മൾക്ക് ഉപദേശിക്കാൻ, ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഇതാണ് ശുശ്രൂഷയുടെ ഒരു പ്രകടനമാണ് സേവ. ഗുരുവിനെ സേവിക്കുന്നത് എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്, ശ്രോതുമിച്ഛ, ഗുരുവിൽ നിന്ന് പഠിക്കാനുള്ള എൻ്റെ താല്പര്യമാണ് ഞാൻ ഈ സേവനത്തിലൂടെ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ആ ഗുരുവിനെ കേൾക്കാനുള്ള താല്പര്യം, ഗുരുക്കന്മാരെ കിട്ടിയാൽ പരദൂഷണം പറഞ്ഞിരിക്കാതെ, അല്ലേ, വേറെ ലോകവർത്തമാനങ്ങൾ പറഞ്ഞിരിക്കാതെ കൂടുതലായിട്ട് നമ്മുടെ സംശയ നിവാരണത്തിനും ആധ്യാത്മിക കാര്യങ്ങൾ കൂടുതൽ അറിയാനും ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് ശുശ്രൂഷ. അപ്പോൾ ഇവിടെ നോക്കൂ, ഭഗവാൻ ഒരു വലിയ സ്റ്റേറ്റ്മെൻ്റാണ്. കാരണം ആ ഗുരുക്കന്മാരിൽ നിന്നാണ് നമ്മുടെ ജീവിതം ധന്യമാവുന്നത്. ബാക്കി നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അന്ധക്കരണ ശുദ്ധിക്കാണെങ്കിൽ, ഇപ്പൊ തപസ്, ഉപശമം, അതുപോലെ ഇജ്യ, ഇതൊക്കെ എന്തിനു സഹായിക്കും? ചിത്തശുദ്ധിക്ക് സഹായിക്കും. നല്ലത് തന്നെ, ചിത്തശുദ്ധി വേണ്ടത് തന്നെയാണ്. അതൊന്നും ഉപേക്ഷിക്കാൻ പറഞ്ഞില്ല. തപസ് ഉപേക്ഷിക്കേണ്ട, ഉപശമം ഉപേക്ഷിക്കേണ്ട, ഇജ്യ ഉപേക്ഷിക്കേണ്ട. അതൊക്കെ പാത്രം ശുദ്ധമാക്കാൻ ഉപയോഗിക്കും. പാത്രം ശുദ്ധമാക്കിക്കൊണ്ടേ ഇരുന്നാൽ മതിയോ? ആ പാത്രം എന്തിനാ ശുദ്ധമാക്കുന്നത്? അതിൽ എന്തോ സ്വീകരിക്കാൻ, അല്ലേ? അല്ലാതെ വെറുതെ കഴുകി വെക്കൽ മാത്രമല്ല പണി. ചില ആളുകൾ തമാശയായിട്ട് പറയും, ഞങ്ങളുടെ വീട്ടിൽ 3 നേരവും വെപ്പുണ്ട്. എന്ത് വെപ്പ്? രാവിലെ എഴുന്നേറ്റെല്ലാം കഴുകി വെക്കും, ഉച്ചയ്ക്കെല്ലാം മലർത്തി വെക്കും, വൈകുന്നേരമായാലെല്ലാം കമഴ്ത്തി വെക്കും. 3 വെപ്പാണ്. വെറുതെ കഴുകി വെക്കലും മലർത്തി വെക്കലും കമഴ്ത്തി വെക്കലും ആണോ പാത്രം ഉദ്ദേശിക്കുന്നത്? കഴുകി വെക്കുന്നതും മലർത്തി വെക്കുന്നതും ഒക്കെ അതിൽ ഏതെങ്കിലുമൊക്കെ ദ്രവ്യങ്ങൾ സൂക്ഷിക്കാനും ഉണ്ടാക്കാനും വിതരണം ചെയ്യാനും ഒക്കെയാണ്. അപ്പോൾ ആ ദ്രവ്യത്തിനാണ് പ്രാധാന്യം, അല്ലാതെ പാത്രത്തിനല്ല. ദ്രവ്യം തരുന്നതാണ് ഗുരു. ഗുരു തരുന്നത് ദ്രവ്യമാണ്. ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് പാത്രം വൃത്തിയാക്കലാണ്. ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ദിവസവും പാത്രം കഴുകി വെച്ചാൽ മാത്രം മതിയോ?
ഈ പാത്രത്തിൽ എന്തെങ്കിലും കിട്ടിയാലല്ലേ ഫലമുള്ളൂ. ആ ഫലം നൽകുന്നത് ഗുരുവാണ്. അതാണ് ഗുരുവിൻ്റെ മഹിമ. അപ്പൊ ഇത് അറിയാതെ മൂഢനായ ഇന്ദ്രദ്യുമ്നൻ അഗസ്ത്യ മഹർഷി വന്നതായിട്ടുള്ള സമയത്ത് മൗനം എന്നുള്ളൊരു തപസ്സാചരിച്ചുകൊണ്ട് ഗുരു ചോദിച്ചതിന് പോലും മറുപടി കൊടുക്കാതെ അല്ലേ ഗുരുവിനെ അവഗണിച്ചു. അതിന്റെ ഫലമായിട്ടാണ് അയാൾ ആനയായിട്ട് ജനിക്കേണ്ടി വന്നത്. അയാളുടെ തമോ ഗുണം, വകതിരിവില്ലായ്മ, ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് അറിവില്ലായ്മ. സാക്ഷാൽ ലോക ഗുരുവായിരിക്കുന്ന അഗസ്ത്യ മഹർഷി തന്നെ കാണാൻ എഴുന്നള്ളിയിരിക്കുമ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാല് കഴുകി അദ്ദേഹത്തെ പൂജിച്ച് അദ്ദേഹത്തിന്റെ എന്താണ് തനിക്ക് പറയാനുള്ളത്, ഉപദേശിക്കാനുള്ളത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് പകരം തൻ്റെ ഒരു മൗനവ്രതവുമായിട്ട് അഹങ്കാരത്തോടുകൂടി ഇരുന്നു. അതിൻ്റെ ദുരന്തമാണ് അയാൾ ആനയായിട്ട് ജനിച്ചത്. അപ്പൊ നിങ്ങളും ഭാവിയിൽ ആനയോ ഓന്തോ വേറെന്തെങ്കിലുമൊക്കെ ആവാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഗുരുക്കന്മാരെ ബഹുമാനിക്കുക, ഗുരുക്കന്മാരിൽ നിന്ന് അറിവ് നേടുക, അതിന് പ്രയോറിറ്റി കൊടുക്കുക ജീവിതത്തിൽ. ബാക്കിയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, ആ നേട്ടങ്ങളൊക്കെ നിസ്സാരങ്ങളാണെന്ന് തിരിച്ചറിയുക. അതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും തപസ്സുകളും എല്ലാം തന്നെ ചിത്തശുദ്ധിക്കുള്ളതാണെന്ന് തിരിച്ചറിയുക. ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തു ഉപലബ്ധയേ. വസ്തു ലഭിക്കാനുള്ളതല്ല കർമ്മങ്ങളെല്ലാം. വസ്തുസിദ്ധിർ വിചാരേണ ന കിഞ്ചിത് കർമ്മ കോടിഭിഹി. നമ്മൾ 100 കണക്കിന് കർമ്മം ചെയ്താലും വസ്തുസിദ്ധി ഉണ്ടാവില്ല. വസ്തുസിദ്ധി വിചാരം കൊണ്ടാണ്. ഈ വിചാരം എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ടുള്ള വിചാരമല്ല, ശ്രവണ മനന നിധിധ്യാസനങ്ങളാണ്. ആ ശ്രവണം എന്നുള്ളത് ഗുരുവിൽ നിന്നാണ്. ആരിൽ നിന്നെങ്കിലും ശ്രവിച്ചിട്ട് കാര്യമില്ല. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിട്ടുള്ള ഗുരുവിൽ നിന്നുള്ള ശ്രവണം, ആ ശ്രവണത്തെ തൻ്റെ ജീവിത അനുഭവങ്ങളും യുക്തിയും കൊണ്ട് മഥനം ചെയ്യുക, മനനം ചെയ്യുക. അതിൽ നിന്ന് തെളിഞ്ഞു കിട്ടുന്നതായിട്ടുള്ള അറിവിനെ വേണ്ട രീതിയിൽ വീണ്ടും വീണ്ടും അനുസന്ധാനം ചെയ്ത് ഉറപ്പിക്കുക. ഇതാണ് വിചാര പദ്ധതി. വസ്തുസിദ്ധിർ വിചാരേണ. ശ്രവണ മനന നിധിധ്യാസനങ്ങളാണ് വിചാരം. അതിൽ ശ്രവണമാണ് ഏറ്റവും ആദ്യത്തേത്, പ്രഥമമായത്. ചിലപ്പോൾ ശ്രവണം കൊണ്ട് തന്നെ മുക്തി ലഭിക്കും. ശ്രവണമാത്രേണ ജന്മസംസാര ബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ചില ഗുരുക്കന്മാരുടെ മുമ്പിലിരുന്ന് നമ്മൾ ശ്രവണം ചെയ്യുമ്പോൾ ആ നിമിഷം നമ്മൾ ആ വസ്തുവുമായിട്ട് കണക്റ്റഡ് ആവും, ആത്മസ്വരൂപവുമായിട്ട് കണക്റ്റഡ് ആവും. ആ ഗുരുമുഖത്ത് നിന്ന് നമ്മൾ ശ്രവണം ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് ചിലപ്പോൾ പിന്നെയും നമ്മുടെ ശീലം കൊണ്ട് സംസ്കാരം കൊണ്ട് അത് വിസ്മരിച്ചു എന്ന് വരും. അതിനാണ് നിധിധ്യാസനം. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഇനി ഒരു സംഭവത്തിലേക്ക് ഭഗവാൻ കുചേലനെ ഓർമ്മിപ്പിക്കുകയാണ്. ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിറക് പെറുക്കാനായിട്ട് സന്ധ്യാവേളയിൽ രണ്ടാളും കൂടി കാട്ടിലേക്ക് പോയ കഥ പറയുന്നത്. നമുക്ക് വൈകിട്ട് കാണാം. ഇപ്പോൾ ഇവിടെ നിൽക്കട്ടെ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. വൈകുന്നേരം കാണാം.